നമ്മളെല്ലാവർക്കും നമുക്ക് ലോകത്ത് കൈയില്ലാതെ ജനിക്കാം, കാലില്ലാതെ ജനിക്കാം, കണ്ണില്ലാതെ ജനിക്കാം. പക്ഷേ മനുഷ്യന് കുടുംബമില്ലാതെ ജനിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും പിറന്നു വീണത് ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സഭ പിടിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്, കുടുംബസഭ. ഇപ്പം ലോകം നന്നാകണമെങ്കിൽ ആദ്യം കുടുംബം നന്നാകണം, കുടുംബം നന്നാകുമ്പം ലോകം നന്നാകും എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ കുടുംബത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു കേട്ടത്: ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. കുടുംബത്തിലൊക്കെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വലിയ സന്തോഷത്തോടെ ജീവിതം ആരംഭിക്കുന്നവരുണ്ട്. 2 വാക്കുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. 1 വിവാഹം, 2 ദാമ്പത്യം. വിവാഹം എന്ന വാക്കിൻ്റെ അർത്ഥം ചക്കാത്തിൽ ചുമക്കാൻ പറ്റാത്തത്, എളുപ്പത്തിൽ എടുക്കാൻ പറ്റാത്തത്, പിള്ളകളിയായി വഹിക്കാൻ പറ്റാത്തത്, വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത് വിവാഹം. അതുകൊണ്ടാണ് ഏത് കളിതമാശ പറഞ്ഞു നടക്കുന്ന പെൺകുട്ടിയാണേലും കല്യാണം കഴിഞ്ഞ് 5-6 മാസം കഴിയുമ്പം ഇരുത്തമുള്ള പെണ്ണായിട്ട് മാറും. എത്ര വിളഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനാണേലും പെണ്ണ് കെട്ടി 3 മാസം കഴിയുമ്പം നല്ല പക്വതയും പാകതയുള്ളവനാകും. അതുകൊണ്ടാണ് അപ്പന്മാർ ആ മക്കളോട് പറയാറുണ്ട്, പെണ്ണ് കെട്ടട്ടടാ നീ ശരിയായിക്കോളും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാ, ശരിയാക്കപ്പെട്ട അപ്പൻ അനുഭവിച്ചിട്ട് പറയുന്നതാ, പെണ്ണ് കെട്ടടാ നീ ശരിയായിക്കോളും. തള്ളമാർ പെമ്മക്കളോട് പറയും, കെട്ടിച്ചു വിടട്ടടി നീ ഒതുങ്ങിക്കൊള്ളും. ഒതുക്കപ്പെട്ട അമ്മ അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്ന് പറയുന്നതാ, ഒതുക്കപ്പെടും. ഒരു യുവതി അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞ ചെറുക്കനെ എനിക്ക് കെട്ടാൻ മനസ്സില്ല. അമ്മ ചോദിച്ചു, അതെന്നാടി? അവൻ പറയുന്നത് സ്വർഗവും ഇല്ല നരകവും ഇല്ല, എന്നാ പാപം വേണമെങ്കിലും ചെയ്യാം, പരിക്ക് പറ്റാതിരുന്നാൽ മതി എന്നാണ്. അമ്മ പറഞ്ഞു, പൊന്നു മോളെ ധൈര്യമായിട്ട് നീ അവനെ തന്നെ കെട്ടിക്കൂ. നിന്നെ കെട്ടി 3 ആഴ്ച കഴിയുമ്പം നരകമുണ്ടെന്ന് അവൻ ഉറപ്പായിക്കോളും, ഇപ്പോൾ സ്വർഗമുണ്ടെന്നും അറിയാതെ വിശ്വസിച്ചോളും. അപ്പോൾ ഒട്ടും എളുപ്പമല്ലത്. അതുകൊണ്ടാണ് പറയുക, വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത് വിവാഹം. എന്താണ് ദാമ്പത്യം? 2 സംസ്കൃത മൂലപദങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ദാമ്പത്യം. ദം ദാനം ചെയ്യുക, പത്യം ഒരുമിച്ച് സഹിക്കുക. ഭാര്യാഭർത്താക്കന്മാർ സ്വയം മറന്ന് ശരീരവും മനസ്സും ജീവനും സ്വത്തും ഒക്കെ ദാനം ചെയ്യണം. ഒപ്പം ദൈവം തരുന്ന കുരിശ് ഒരുമിച്ച് സഹിക്കണം. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും ദേഹം ഒരുമിച്ച് പങ്കുവെച്ചു, ഒരുമിച്ച് സുഖിച്ചു, ഒരുമിച്ച് സന്തോഷിച്ചു. പക്ഷെ മൂത്തവനായ കായേൻ ഇളയവനായ ആബേലിനെ കൊന്നപ്പം 2 പേരും ഒരുമിച്ച് കരഞ്ഞു. ഒരുമിച്ച് ചിരിക്കാനും ഒരുമിച്ച് സഹിക്കാനും ഒന്നിച്ച് പടുത്തുയർത്താനും ദൈവം ഏൽപ്പിച്ചു ദാമ്പത്യം. ദാനം ചെയ്യുക, ഒന്നിച്ച് സഹിക്കുക. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നല്ല ലഹരി സന്തോഷമായിട്ട് കുടുംബജീവിതം കാണാം. പലപ്പോഴും കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ നമ്മുടെയൊക്കെ കേരളത്തിൽ ഭാര്യാഭർത്താക്കന്മാരെ ബസ്സിൻ്റെ മുൻ സീറ്റിൽ തട്ടി മുട്ടി ഒട്ടി ഉരുമി അടുത്തൊരു യാത്ര. അപ്പോൾ ഒരുമിച്ച് പോകുമ്പം കണ്ടക്ടർ വന്നിട്ട് പറയും, ടിക്കറ്റ്. ഉടനെ കെട്ടിയവൻ്റെ മറുപടി, പൊന്ന് കണ്ടക്ടറെ ഒറ്റ ടിക്കറ്റ്. അപ്പം അവൻ കണ്ടക്ടർ ചോദിക്കും, അതന്നെ ഇനിയും ഭാര്യയ്ക്ക് 3 വയസ്സ് പൂർത്തിയായിട്ടില്ലേ? ഉടനെ ഭർത്താവിൻ്റെ മറുപടി, പൊന്ന് കണ്ടക്ടറെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ 2ആയിട്ട് തോന്നിയാലും ഞങ്ങളെ കെട്ടിച്ച് അച്ഛൻ പറഞ്ഞായിരുന്നു, ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആകുന്നു. അപ്പോൾ ഒരുമിച്ചൊരു യാത്ര. അപ്പോൾ ഒരുമിച്ചുള്ള ഒരു ജീവിതയാത്രയിലാണ് വിവാഹം എന്നൊക്കെ പറയാം. ബസ്സിൽ ആദ്യ നാളുകളിൽ ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഭർത്താവും ഭാര്യയും തട്ടി മുട്ടി ഒട്ടി ഉരുമി അടുത്തൊരു യാത്ര. അവിടെ നിന്ന് ഗർഭിണിയായാലോ, നീ മുമ്പിലിരുന്നോടി, ഞാൻ പുറകിലുണ്ട് കേട്ടോ. 2 മക്കളായാലോ, നീ ആദ്യത്തെ വണ്ടിക്ക് പോകോടി, ഞാൻ അടുത്ത വണ്ടിക്ക് പോന്നേക്കാം. ആദ്യത്തെ വീര്യം പോയി, ലഹരി പോയി. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭർത്താവ് കേട്ടുകൊണ്ട് കിടക്കും. 2-ാം വർഷം കെട്ടിയവൻ പറഞ്ഞുകൊണ്ട് കിടക്കും, ഭാര്യ കേട്ടുകൊണ്ട് കിടക്കും. 3-ാം വർഷം 2 പേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നാട്ടുകാർ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യത്തെ ലഹരി പോയി, വീര്യം പോയെന്നാ പറയുക. അപ്പോൾ വീര്യമുള്ള ഒരു കുടുംബമായിട്ട് ദാമ്പത്യം മാറ്റുവാൻ ദൈവം വിളിക്കുക, വിശേഷമായ വിധത്തിൽ വഹിക്കേണ്ടത്. അടുത്തിടെ ഞാൻ പാലായിലൂടെ ഉച്ച കഴിഞ്ഞ് 2:30 നല്ല വെയിലത്ത് മോട്ടോർ സൈക്കിളിൽ പോവുക. ഞാനിങ്ങനെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ അവൻ്റെ ഭാര്യയെ പുറകെ വെച്ച് ഉച്ച കഴിഞ്ഞ് 2:30 നല്ല സൂര്യപ്രകാശത്തിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി മാക്സിമം സ്പീഡിൽ ഓടിക്കുന്നു. ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു, നാട്ടിലൊരു സിഗ്നലായിട്ട്. അവൻ വണ്ടി നിർത്തി ചോദിച്ചു, എന്നാ അച്ചായി കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, പൊട്ടച്ചാര്, പെട്രോളിന് ഇത്രയും വിലയുള്ളപ്പോൾ ആരെങ്കിലും പകൽവെട്ടത്ത് സൂര്യപ്രകാശത്തിൽ പെട്രോൾ കത്തിച്ച് കളയോ? അവൻ അച്ഛൻ മിണ്ടാതിരിയച്ച, അപകടം പുറകിലിരിക്കുന്നു, അതാണ് ലൈറ്റ് ഇട്ടുകൊണ്ട് 2:30 വണ്ടി ഓടിക്കുക. അപ്പോൾ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിയുന്നത് ഒരു അപകടത്തിൻ്റെ ജീവിതത്തിലേക്കല്ല, ദാനം ചെയ്യാനും ഒരുമിച്ച് സഹിക്കാനും ഒന്നിച്ചായിരിക്കുവാനും ദൈവം ചേർത്ത് വെച്ച ക്രൈസ്തവ ദാമ്പത്യ ജീവിതം. അതിനെ കാരണവന്മാർ വിളിച്ചു കുടുംബം.
കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാണ് പറയുക. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം ദാമ്പത്യം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലേ കിടക്കും അത് കുടുംബജീവിതം. അപ്പോൾ ദൈവം ഒരുമിപ്പിച്ച് ചേർത്ത ദാമ്പത്യ ജീവിതം. അവിടെയാണ് ആദിപുരുഷനായ ആദാം ആദ്യ സ്ത്രീയായ ഹവ്വായോട് പറഞ്ഞ ലോകത്തിലെ ഒന്നാമത്തെ ഉടമ്പടി. വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 3 ഉടമ്പടികളിൽ ആരംഭിക്കുന്നതാണ്. വേദപുസ്തകത്തിൻ്റെ ആദ്യ ഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 3 ഉടമ്പടികളാണ് കാണുക. ലോകചരിത്രത്തിലെ ഒന്നാമത്തെ ഉടമ്പടി ദാമ്പത്യത്തിൻ്റെ ഉടമ്പടിയാണ്. വിവാഹത്തിൻ്റെ ഉടമ്പടിയാണ് ഒന്നാമത്തെ ഉടമ്പടി. ഉൽപ്പത്തി 2:23 ആദ്യ ഉടമ്പടി കാണാം. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ, മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. ഇതാണ് ഒന്നാമത്തെ ഉടമ്പടി. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം, വിവാഹത്തിൻ്റെ ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി ഉൽപ്പത്തി 8 ദൈവവും മാനവ വംശവും തമ്മിൽ നടത്തിയ രണ്ടാമത്തെ ഉടമ്പടിയാണ്. ഇനിമേൽ ജലപ്രളയത്തിലൂടെ ഈ ഭൂമുഖത്തെ തുടച്ചു മാറ്റില്ല എന്നതിൻ്റെ അടയാളമായി വാനവിധാനത്തിൽ ഉടമ്പടിയുടെ അടയാളമായ ഒരു മഴവില്ല് നോഹയുടെ മുമ്പിൽ വിരിയിച്ച ദൈവം. അതായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി ദൈവവും വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും തമ്മിൽ നടത്തിയ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അബ്രഹാമേ, സ്വജനത്തെയും പിതൃഭവനത്തെയും നീ ഉപേക്ഷിച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഉടമ്പടി, ഒരു ജനതയുമായുള്ള ഉടമ്പടി, വിവാഹത്തിൻ്റെ ഉടമ്പടി. ഇപ്പോൾ ഒന്നാമത്തെ ഉടമ്പടിയാണ് ഉൽപ്പത്തി 2:23. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറയാം, മോളെ നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അസ്ഥി വെറുതെ തുറന്നിരുന്നാൽ പോകുന്ന വഴിക്ക് ഭിത്തിക്കിട്ട് മുട്ടും, മരത്തിനിട്ട് തട്ടും, കല്ലേ ചെന്ന് തട്ടും, അങ്ങനെ അസ്ഥി പെട്ടെന്ന് പൊട്ടിപ്പോവും. മാംസവോ അകത്ത് അസ്ഥിയില്ലെങ്കിൽ മാംസം തളതള കൊളവടാന്ന് കിടക്കും. ഇതാണ് മാംസത്തിൻ്റെ പ്രത്യേകത. കുടുംബത്തിൽ ഭർത്താവ് അസ്ഥിയാണ്. അവൻ തോന്നുന്ന പറയും, ക്ഷിപ്രകോപം, എടുത്തിയാട്ടും, തെറിക്കുത്തരം മുറിപ്പത്തിൽ, തട്ടുക, മുട്ടുക, പൊട്ടുക, ബഹളം വെച്ച് നടക്കുക. അപ്പോൾ ഭാര്യ എന്ന മാംസം ഭർത്താവിനെ പൊതിയണം. പൊതിഞ്ഞ് പറയണം, അപ്പനാകട്ടോ ഇത് കൂട്ട് വർത്താനം പറയല്ലേ, കെട്ടിയവനാകട്ടോ കുറേ കൂടെ സ്റ്റാൻഡേർഡ് വേണം. ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് പൊതിഞ്ഞു കൊടുക്കണം. പെണ്ണ് പ്രായമായിട്ട് വരിക കേട്ടോ, വല്ലതും കരുതിയിട്ടുണ്ടോ, ഇങ്ങനെ പുറകിൽ നിന്ന് പൊതിയണം ഭാര്യ. അതാണ് അവൾ മാംസമാണ്. ഇവൾ ഒറ്റയ്ക്ക് ബലമില്ലാത്ത പാവമാണ്. അപ്പോൾ അവളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവൻ അസ്ഥി പോലെ കൂടെ എന്ന് പറഞ്ഞു, എടി പൊട്ടി ധൈര്യമായിട്ടിരിക്കുക, നിനക്ക് ഞാനല്ലേ ഉള്ളത്, നിന്നെ കിട്ടിയത് വേറെ ആരുമല്ലോ, ഞാനല്ലേ. ഇങ്ങനെ കൂടെ നിന്ന് ബലം കൊടുക്കുന്ന ഭർത്താവ്, അവനെ പൊതിയുന്ന ഭാര്യ, അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. ഇതാണ് ദാമ്പത്യം. അപ്പം ഇതിന് ക്രൈസ്തവ വിവാഹ വിജ്ഞാനീയത്തിൽ 7 അർത്ഥങ്ങളാണ് പഠിപ്പിക്കുക. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന് നമുക്കറിയാം. ഇപ്പം കുടുംബഭദ്രതാ വർഷമായിട്ട് ആഘോഷിക്കുന്ന അവസരത്തിൽ ക്രൈസ്തവ വിവാഹ വിജ്ഞാനീയത്തിൽ ഈ ഒറ്റ വാക്യത്തിന് 7 അർത്ഥങ്ങളാണ് പഠിപ്പിക്കുക. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. 1, ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആലംബമായിരിക്കണം എന്നാണ് പറയുക. ദമ്പതികൾ പരസ്പരം ആപത്തിൽ ആലംബമായിരിക്കണം. എന്താണ് ആപത്തിൽ ആലംബം? ഭാര്യയ്ക്ക് ഛർദി, തണ്ടൽ വേദന, മനം പുരട്ടൽ, ക്ഷീണം. ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമ്പം ഭർത്താവ് അവളുടെ അടുക്കലുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട്, മോളെ ധൈര്യമായിട്ട് പനിച്ചാട്ടെ, നിൻ്റെ ആപത്തിൽ ആലംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലേ ഭർത്താവിന് ക്ഷീണം വരുമ്പോൾ, രോഗം വരുമ്പോൾ ഭാര്യ അടുത്തിരുന്ന്, ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് തലവേദന വന്നോട്ട്, ചേട്ടൻ്റെ ആപത്തിൽ ആലംബം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് കാണിക്കുന്നതാണ് ആപത്തിൽ ആലംബം. ഉദാഹരണത്തിന് ഭർത്താവിന് തലവേദനയും പനിയും വന്നാൽ ഭാര്യ അടുത്ത് ചെന്നിരുന്ന് മരുന്ന് എന്താണോ അത് നെറ്റിയിൽ പുരട്ടി കൊടുത്ത്, ഗുളിക വായിൽ ഇട്ട് കൊടുത്ത്, ഗുളിക തൊണ്ടയിൽ വിലങ്ങാതിരിക്കാൻ വെള്ളം വായിൽ ഒഴിച്ചു കൊടുത്ത്, അവൻ്റെ തല പൊക്കാവുന്ന കനവേ ഉള്ളെങ്കിൽ 2 കൈ കൊണ്ടും പൊക്കിയെടുത്ത് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച് മെലിഞ്ഞ വിരൽ മുടിക്കിടയിൽ കൂടെ അമത്തി തിരുമ്മി ഓടിച്ചിട്ട് ചോദിക്കണം, ഇനി വല്ലതും ചെയ്യണോ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അവൾ അവന് കൊടുക്കുന്നത് ആപത്തിൽ ആലംബം. അതുപോലെ ഭാര്യയ്ക്കൊരു ക്ഷീണം വന്ന് കിടക്കുമ്പം കുടിക്കാൻ ചൂടുവെള്ളമുണ്ടോ, പതയ്ക്കാൻ സോപ്പുണ്ടോ, തുടയ്ക്കാൻ തുണിയുണ്ടോ, അങ്ങനെ അന്വേഷിക്കാതെ രോഗം മാറുന്നതുവരെ നെടല് പോലെ കൂടെ നിൽക്കുന്ന ഭർത്താവ്. അപ്പം ശാരീരിക രോഗത്തിൽ പരസ്പരം കൊടുക്കേണ്ട കരുതൽ. 2, ഭർത്താവിന് മനപ്രയാസം വരുമ്പോൾ ഭാര്യ കൂടെ നിന്ന് ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം. ഭാര്യയ്ക്ക് മനപ്രയാസം വരുമ്പോൾ ഭർത്താവ് കൂടെ നിന്ന് ഭാര്യയെ ബലപ്പെടുത്തണം. മാനസിക തകർച്ചയിൽ ഒപ്പം നിൽക്കുക. 3, ഭർത്താവിൻ്റെ ഞായറാഴ്ച കുർബാന, വേദപുസ്തക വായന, സന്ധ്യാപ്രാർത്ഥന, ഇടയ്ക്കുള്ള കുമ്പസാരം, ഈ കാര്യങ്ങളിൽ ഭാര്യ ശ്രദ്ധയോടെ ഭർത്താവിനെ പറഞ്ഞു തിരുത്തി കൊടുക്കുമ്പോൾ, അതുപോലെ ഭാര്യയുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഭർത്താവ് കരുതൽ കൊടുക്കുമ്പോൾ, ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിൽ ഈ കരുതൽ കൊടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന വാക്ക് ആപത്തിൽ ആലംബം.
അങ്ങനെ കുറേ നാൾ ജീവിക്കുമ്പം ദമ്പതിമാരുടെ ദേഹത്തു നിന്നും ഒരു തരംഗം പുറപ്പെടുമെന്ന ഇന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുക. റഷ്യയിൽ ഒരു ക്യാമറ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ സയൻസ് മാസികയിൽ അതിനെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വരുന്നുണ്ട്. ആ ക്യാമറ സിസ്റ്റത്തിൻ്റെ പേര് കിർലിയൻ ഫോട്ടോഗ്രഫി എന്നാണ്. കിർലിയൻ എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ക്യാമറ കിർലിയൻ ഫോട്ടോഗ്രഫി. അതിൽ പറയുക, മനപ്രയാസമുള്ള സമയത്ത് ഒരു ഫോട്ടോ എടുത്താൽ അതിൻ്റെ രശ്മികൾ വളരെ ഡിമ്മായിട്ടിരിക്കും. മനസ്സിൽ സന്തോഷമുള്ളപ്പം ഫോട്ടോ എടുത്താൽ അത് വളരെ ബ്രൈറ്റായിട്ടിരിക്കുമെന്നാണ്. അതിന് പ്രകാരം പറഞ്ഞു വെക്കുന്നത് ശരിക്കും തരംഗം പുറപ്പെടുമെന്നാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാൽ, ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ ഒരു തരംഗം ദേഹത്തുനിന്ന് പുറപ്പെടും. ഞാൻ സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു തലവേദനയോ പനിയോ വന്നാൽ 10 ദിവസം കഴിയുമ്പം എൻ്റെ അമ്മയുടെ കത്ത് എനിക്ക് വരുമായിരുന്നു. മോനെ, നിനക്ക് വല്ല ക്ഷീണമായിരുന്നോ? അമ്മയ്ക്കൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ ഇരിക്കുന്ന എൻ്റെ തലവേദനയും പനിയും അങ്ങ് അകലെയുള്ള അമ്മയ്ക്ക് അനുഭവിക്കാൻ പറ്റുമായിരുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന വാക്ക് ടെലപ്പതി എന്നാണ്. പേരറിയത്തില്ലാത്ത വികാരത്തിന് പേരിടാൻ നമ്മൾ മിടുക്കരാ. എന്താണ് ഈ ടെലപ്പതി? സ്നേഹത്തിൻ്റെ തരംഗം. അതല്ലേ കോട്ടയത്തുള്ള ഭാര്യയ്ക്ക് ഒരു തലവേദന വന്നാൽ കുവൈറ്റിലുള്ള ഭർത്താവിന് ആ സമയത്ത് ഒരു തലവെട്ടൽ. ഇവിടെയുള്ള ഭാര്യയ്ക്ക് ഒരു നെഞ്ചുവേദന വന്നാൽ കേരളത്തിലുള്ള ഭർത്താവിന് ആ സമയത്തൊരു നെഞ്ചുവേദന. ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ട ഭാര്യ അതേസമയം മരിച്ചു വീഴുന്നു. ഭാര്യയുടെ മരണവാർത്ത കേട്ട ഭർത്താവ് ബോധമറ്റ് താഴെ വീഴുന്നു. സ്നേഹത്തിൻ്റെ തരംഗം. ഞാൻ വഴിയെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. കാലിൽ മുള്ളു കൊള്ളുമ്പം കൈ കെട്ടി നിന്നുകൊണ്ട് പറയുമോ, ഒരുപാടടുത്ത് പോകുന്ന കാലല്ലേ, കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ, മുള്ളു മാത്രമല്ല മുള്ളാണിയും കുത്തി കയറട്ടെ. പറയാൻ പറ്റിയല്ല. കാലിൽ മുള്ളു കൊണ്ടോ കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചു വരും, മരുന്ന് വെച്ച് കിട്ടും. ഇതാണ് കൈയും കാലും തമ്മിലുള്ള ബന്ധം. ഭാര്യയ്ക്കൊരു മനപ്രയാസം വരുമ്പം ഭർത്താവ് പറഞ്ഞേക്കരുത്, നീറട്ടെ, അങ്ങനെ നീറട്ടെ, നീറ്റിക്കാ പോലെ നീറട്ടെ, എന്നെ നാറ്റിയ തന്നെ നീറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു. അങ്ങനെ ഭർത്താവിന് പറയാൻ പറ്റിയല്ല, ഭാര്യയ്ക്ക് പറയാൻ പറ്റിയല്ല. ഭാര്യയുടെ മനസ്സ് നുറുങ്ങിയോ ഭർത്താവിൻ്റെ മനസ്സ് നുറുങ്ങും, ഭർത്താവിൻ്റെ മനസ്സ് നുറുങ്ങിയോ ഭാര്യയുടെ മനസ്സ് നുറുങ്ങും. ഇതാണ് ആപത്തിൽ ആലംബം. അത് ഏറ്റവും വലിയ തെളിവാണ് സോണിയാഗാന്ധി. രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അതേ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത് റോഡിൽ നിന്ന് സോണിയാഗാന്ധി അന്നത്തെ രാജീവിൻ്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു. ചരിത്രത്തിൽ കോറിയിട്ടിരിക്കുന്ന ചോദ്യം, എൻ്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞാണ് ലോക വാർത്താമാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷേ സോണിയയ്ക്ക് മനസ്സിലായി രാജീവിനെന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് സ്നേഹത്തിൻ്റെ തരംഗമെന്ന് പറയുക. ഈ തരംഗത്തിന് വിളിക്കുന്ന വാക്കാണ് ആപത്തിൽ ആലംബമായിരിക്കണം. കുടുംബം ഒരു ദൈവിക പദ്ധതി എന്നുള്ള ധ്യാനചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദമ്പതികളായവരെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഭാര്യയ്ക്കൊരു മനപ്രയാസം വന്നപ്പം, ഭർത്താവിന് നൊമ്പരം വന്നപ്പോൾ പരസ്പരം ആപത്തിൽ ആലംബമായിരുന്നോ അതോ മറ്റൊരു വിധത്തിലായിരുന്നോ പ്രതികരണം എങ്കിൽ തിരുത്തുക. 2, ജീവിതത്തിൻ്റെ ആധാരമായിരിക്കണം. എന്താണ് ആധാരം? ഉറപ്പ്. ഈ ലോകത്തിൽ ഒരു പുരുഷൻ്റെ ഉറപ്പ് ഭാര്യയായിരിക്കണം. ഏത് ഭാര്യ? സ്വന്തം ഭാര്യ. ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, പൊട്ടി ഭാര്യ, സ്വന്തം ഭാര്യ, ഉഗ്രം ഭാര്യ, അങ്ങേ വീട്ടിലെ ഭാര്യ. ആ ചിന്തയരുത്. ചില പെണ്ണുങ്ങളുണ്ട്, ഓക്കം കെട്ടിയവൻ, സ്വന്തം കെട്ടിയവൻ, ഊറ്റം കെട്ടിയവൻ, അപ്പുറത്തെ കെട്ടിയവൻ. ഈ കാഴ്ചപ്പാടരുതെന്നാണ്. ഒരു ഭർത്താവിൻ്റെ ഉറപ്പ് അവൻ്റെ ഭാര്യ, ഒരു സ്ത്രീയുടെ ഉറപ്പ് അവളുടെ ഭർത്താവ്. എന്തു കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ ദൈവം തന്നതാ. ഒരിക്കലും സംശയിക്കരുത്. സംശയത്തിന് വിത്ത് വീടരുത്. സംശയം പണ്ടേ തുടങ്ങിയതാ. പർദീസായിൽ ആദ്യ രാത്രി 12:30 ആദം കൂർക്കം പിടിച്ച് കിടന്നുറങ്ങുമ്പം ആദത്തിൻ്റെ വയറേ കൂടെ ചൂലഴയുന്ന പോലെ എന്തോ ഒന്ന് കയറി പോന്നു. ആദം ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പം ഔവായുടെ മുടി ആദത്തിൻ്റെ വയറേ കൂടെ ഒലഞ്ഞ് കയറി പോണതാ. ആദം ചോദിച്ചു, എന്നതാടി രാത്രി തപ്പുന്നത്? ഉടനെ അവളൊരു മിണ്ടാതെ കിടക്കുക, മനുഷ്യ, ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ വേറെ വല്ല എല്ലും പോയിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. അപ്പം അന്നേ ആരംഭിച്ചെന്നാ പറയുക. അപ്പം എന്നുകൊണ്ട് ഈ സംശയത്തിൻ്റെ വിത്ത് മനുഷ്യൻ്റെ ചരിത്രത്തിൽ എന്നും നമ്മൾ കാണും. ഈ സംശയത്തിൻ്റെ വിത്ത് ഏതെല്ലാം വിധത്തിലാണ്? കേരളത്തിൽ കാണിച്ചാൽ ആണുങ്ങൾ പുറത്ത് പോയിട്ട് വരുമ്പം പെരയ്ക്കകത്ത് വട്ടം ചുറ്റി നോക്കുക, വല്ല സിഗരറ്റ് കുറ്റി നീറി കിടപ്പുണ്ടോ, വീടിക്കുറ്റി അണഞ്ഞു കിടപ്പുണ്ടോ, ബെഡ്ഷീറ്റ് മടങ്ങിയാണോ ചുരുണ്ടാണോ കിടക്കുന്നത്. ഏതെല്ലാം ടൈപ്പ് ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളുണ്ട് കൂടിയ വർഗം. ഭർത്താവ് വന്ന് ഷർട്ട് ഊരി ഹാങ്കറെ കൊളുത്തിയിട്ടപ്പം അവൾ പെരുവെല്ല് കുത്തി തവളയാട്ടം ചാടി ഷർട്ടെ വലിഞ്ഞു നോക്കുക, വല്ല നീണ്ട മുടിയെങ്ങാനും ഉടക്കി കിടപ്പുണ്ടോ. കറുത്തതാണെങ്കിൽ ബോംബ് സ്ഫോടനം, വെളുത്തതാണെങ്കിൽ സഹിച്ചേക്കാം. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് കറുത്ത മുടി, ആഹാ, ഏത് പെണ്ണിൻ്റെ പുറകെയാടോ താൻ പോയത്? 2-ാം ദിവസം വെളുത്ത മുടി, കൊള്ളാമല്ലോ, കിളവിമാരെയും വെറുതെ പിടിയാലല്ലേ. 3-ാം ദിവസം നോക്കിയപ്പോൾ ഒരു മുടിയില്ല, അമ്പടാ കള്ള, എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ. ഏത് കഷണ്ടിക്കാരിയുടെ കൂടെ അടുതാൻ പോയത്? ഇതാണ് ലോകമെന്ന് പറയുക. അപ്പോൾ അവിടുന്ന് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും സംശയത്തിൻ്റെ വിത്ത് വീടരുത്.
ഒരിക്കലും ഭർത്താവിനെ സംശയിക്കരുത്, ഭാര്യയെ സംശയിക്കരുത്. ജീവിത പങ്കാളിയെ സംശയിക്കുക എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെയും സംശയിക്കുന്നതിനൊക്കെ കഷ്ടമാണ്. അപ്പോൾ ജീവിതത്തിൽ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ 1, ആപത്തിൽ ആലംബമായിരിക്കണം. 2, ജീവിതത്തിൻ്റെ ആധാരമായിരിക്കണം. വീണ്ടും ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് പുരുഷൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ദൈവം പറഞ്ഞത് എന്താ? നിനക്ക് ചേർന്ന ഇണയും തക്കതായ തുണയുമാ. പല ആൾക്കാരുടെ ഓർമ്മ കല്യാണം കഴിക്കുന്ന മക്കളുണ്ടാകാനാണെന്ന്. അത് വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനപ്രകാരം ശരിയല്ല. മക്കളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. മക്കൾ ഇല്ലാത്ത അവസ്ഥ, മോശമെന്നുള്ള അവസ്ഥ ബൈബിൾ കാഴ്ചപ്പാടല്ല, വിജാതീയ മതങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് കയറി വന്നൊരു ആശയമാണ് ബൈബിളിൽ. ബൈബിളിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് ദൈവം മക്കളെ തന്നാൽ തന്നു, തന്നില്ല. ഉണ്ടാകുമായിട്ട് വേണ്ടെന്ന് വെക്കുന്നത് തിന്മയാണ്. പക്ഷെ ഉണ്ടാകുമില്ല, ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതി സഹിത്വമാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധം, സഹിത്വം. അതുകൊണ്ടാണ് പറഞ്ഞത് ആദത്തിന് മക്കളെ ഉണ്ടാക്കാൻ ഹൗവായെ കൊടുത്തു ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ പറഞ്ഞത് അവന് ചേർന്ന ഇണ തക്കതായ തുണ. കുറേ നാളുകൾക്ക് മുമ്പ് കൊടമാളൂരിൽ 72 വയസ്സുള്ള അച്ചായം പെണ്ണ് കെട്ടി. നവവധുവിൻ്റെ പ്രായം 64. ഞാനും ഒന്ന് കാണാൻ ചെന്നു, എങ്ങനെയുണ്ട് ഈ കല്യാണമെന്ന്. നവവധുവിന് ഒരു കുഴപ്പമുള്ളൂ, മുൻനിരയിൽ 3-4 പല്ലില്ല എന്നൊരൊറ്റ കുഴപ്പം. അപ്പോൾ എന്തിനു വേണ്ടിയാ? സഹിത്വം. ഒരു കൂട്ടിനൊരാൾ. വിവാഹം കൂട്ടാണ്, അതാണ് ചേർന്ന ഇണ. ഓരോരുത്തരും ഓർക്കണം, ചേർന്ന ഇണയായിട്ട് ജീവിത പങ്കാളിയെ കാണണം. അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക, ചേർന്ന ഇണയല്ലേ. ദൈവത്തിൻ്റെ പദ്ധതി ഭയങ്കരമാണ്. ഒരു വാക്കുപോലും പറയാത്ത കെട്ടിയവന് വാ പൊളിച്ചാൽ അടയ്ക്കാൻ പ്രയാസമുള്ള ഭാര്യയെ കൊടുക്കും. ഒന്നും മിണ്ടാത്തവൾക്ക് ഇഷ്ടം പോലെ വർത്താനം പറയുന്നവനെ, പ്രാർത്ഥന ബോറായവന് പ്രാർത്ഥന നിർത്താത്ത ഭാര്യയെ കൊടുക്കും. മുൻകോപിയായ കെട്ടിയവന് ശാന്തശീലമുള്ള ഭാര്യ, അന്താരാഷ്ട്ര പിശുക്കന് ഇൻ്റർനാഷണൽ ദൂർത്തടികാരിയെ ഭാര്യയായിട്ട് കൊടുക്കും. അപ്പോൾ ദൈവം ചേർന്നതിനായിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ഭർത്താവ് ഭാര്യ മൂലം വിശദീകരിക്കപ്പെടും, ഒരു ഭാര്യ ഭർത്താവ് മൂലം വിശദീകരിക്കപ്പെടും. ചേർന്ന ഇണ, എല്ലാവിധത്തിലും ചേർന്ന ഇണ. ആണുങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ മരത്തെ കയറാൻ പറ്റിയ പരുവത്തിൽ, നാട്ടിലാണ് കപ്പളങ്ങ പറിക്കാം, തേങ്ങ പിരിക്കാം, ചക്കയിടാൻ കയറാം, ഈ പരുവത്തിൽ. പെണ്ണുങ്ങളുടെ ശരീരം മരം കയറാൻ പറ്റിയ പരുവത്തിലല്ല, തേങ്ങ താഴെ കിട്ടാമെങ്കിൽ വാക്കത്തേക്ക് വെട്ടിപ്പൊതിച്ച് ഭാര്യയെ കുത്തിപ്പൊതിച്ച് പൊട്ടിച്ചിട്ട് ചിരവെ ചെരിഞ്ഞിരുന്ന് ചിരണ്ടാൻ പറ്റിയ പരുവത്തിൽ. ദേഹത്തിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്. ഇനി തലയോട്ടി എല്ലിൻ്റെ കട്ടിക്ക് വ്യത്യാസമുണ്ട്. പെണ്ണുങ്ങളുടെ തലയോട്ടി എല്ല് പെട്ടെന്ന് കുശിതു പോകും, ആണുങ്ങളുടെ തലയോട്ടി എല്ലോ ഇരുമ്പ് പോലെ കട്ടി. കാരണം അവൻ ഏത് ചുമട് ചുമന്നാലും ഭാര്യയെ പോറ്റണം. തന്നെയുമല്ല, രാവിലെ 6:30 ഭാര്യ കഷ്ടപ്പെട്ട് ചട്ടുകം കൊണ്ട് ദോശ തിരിച്ചിട്ട് മറിച്ചിട്ട് ചുടുമ്പം ചൊറിഞ്ഞ വർത്താനവും പറഞ്ഞവൻ ചെല്ലുമ്പം അരിശം വരുന്ന ഭാര്യ ചട്ടുകത്തിനെ കണ കൊണ്ടൊരു കൊട്ടു കൊടുത്താലും എല്ല് പൊട്ടരുത്, അത്രയ്ക്കും കട്ടിയുള്ള തലയോട്ടി എല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി തൊലിക്കെട്ടിക്ക് വ്യത്യാസം. പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാനും കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ ബണ്ണയിലോ റൊട്ടിക്ക് വെച്ചിട്ട് മാവേലോ പിടിക്കുന്ന പോലെ തളതളാ കുഴവഴാന്ന് എടുക്കും. പക്ഷെ ആണുങ്ങൾക്ക് ഷെയ്ക്കാനും കൊടുത്താൽ കമ്പിപ്പാരലോ കാപ്പിക്കമ്പലോ പിടിച്ച പോലെ പാറപ്പുറം പോലെ നല്ല കട്ടി. അതുകൊണ്ടാണ് കൊച്ചുപിള്ളേർ കരയുമ്പോൾ അപ്പനെടുത്ത കൊച്ചു പൂർവാധീ ശക്തിയോടെ കയറാൻ തുടങ്ങും. ഏതോ മയിൽക്കുറ്റിയെ മുട്ടിയ പോലെ സർവേക്കല്ലെ തട്ടിയതുപോലെ വല്ലാത്ത കട്ടി. പക്ഷെ തള്ള എടുക്കുമ്പോഴേ കൊച്ചു കരച്ചിൽ നിർത്തും. ഡ്യൂറോപ്ലസ് ഡൺലപ്പ് മെട്ടയ്ക്ക് മുട്ടിയ പോലെ ഒരു നല്ല മയം. തൊലിക്കെട്ടിക്ക് വ്യത്യാസമുണ്ട്, മനക്കെട്ടി വ്യത്യാസം. പുറത്തൊരനക്കം കേട്ടാൽ ഭർത്താവ് ടോർച്ചും കൊണ്ട് പുറത്തിറങ്ങുമ്പം ഭാര്യ വട്ടം കെട്ടിപ്പിടിക്കും. പൊന്നുമനുഷ്യ പോകല്ലേ, പാമ്പാണേ ചേമ്പാണേ കുമ്പാണേ പോയേക്കരുത്. ആണുങ്ങൾക്ക് പ്രാർത്ഥന ബോർ. പുറത്ത് പോയിട്ട് വരുന്ന ഭർത്താവിൻ്റെ 1-ാമത്തെ ചോദ്യം, പ്രാർത്ഥന കഴിഞ്ഞോടി? ഇല്ലെങ്കിൽ കക്ഷി ഒന്നുകൂടെ ടൗണിൽ പോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുക. അപ്പം പ്രാർത്ഥന പോർ. പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു മടിയില്ല. ആണുങ്ങൾക്ക് സഹനശക്തി വളരെ കുറവ്, പെണ്ണുങ്ങൾക്ക് നല്ല സഹനശക്തി. അതുകൊണ്ടല്ലേ ആണുങ്ങൾക്ക് വൈദ്യവേദന വന്നോ 3-ാം ലോകമഹായുദ്ധം, തലവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കം. വേദന വന്നാൽ ഒട്ടും സഹിക്കുകയില്ല. പക്ഷേ പെണ്ണുങ്ങളോ തലയ്ക്കകത്ത് പഴുപ്പ, എന്നാലും പറയും മല്ലിക്കാപ്പ് കുടിച്ച് അറിയായിരുന്നു ഈ വേദനയൊന്ന് മാറുമോന്ന്. കുടൽ പഴുത്ത് പൊട്ടുക, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ച് അറിയായിരുന്നു വയറ്റിലെ നൊമ്പരം ഒന്ന് മാറുമോന്ന്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ 70 പെണ്ണുങ്ങൾ ഭർത്താവില്ലാതെ ജീവിക്കുമ്പോൾ 30 ആണുങ്ങളാണ് ഭാര്യയില്ലാതെ ജീവിക്കുന്നതെന്നാണ്. അതായത് അറ്റാക്ക് വന്ന് മരിക്കുന്ന കൂടുതലും ആണുങ്ങളാണ്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കുവാനുള്ള വകുപ്പ് പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ആണുങ്ങളുടെ വകുപ്പാണോ? ഒറ്റ പ്രസവം, ലോകാവസാനം. ഇനി ഈ പരിപാടിക്ക് ഇല്ല. അപ്പം ചേർന്ന ഇണയായിട്ട് കൊടുത്തിരിക്കുന്നു. ചേർന്ന ഇണ. അപ്പം നമുക്ക് ഈ ചേർന്ന ഇണയെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിൽ ദൈവം തന്നയാളെ ചേർന്ന ഇണയായിട്ട് കാണാനുള്ള ഒരു മനസ്സ് എപ്പോഴും വേണമെന്നാണ് പറയുക. ഒന്ന് ഓർത്ത് നോക്കുക, കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട്
അഭിമന്യ പിതാവിനോട് പറയുകയാണ്, ഇന്ന് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും സഭയുടെ മക്കളായ എല്ലാവരോടും ഒരു പുതിയ കാര്യം പറഞ്ഞേക്കണം. എന്താണെന്ന് പിതാവ് ചോദിച്ചപ്പം പറയുന്നു, ഇന്ന് പാതിരാത്രി 12 മണി മുതൽ ക്രിസ്തീയ സഭകളിൽ ഒരു പുതിയ നിയമം വരുന്നു. ഒക്ടോബർ 29 രാത്രി 12:30 മുതൽ. അപ്പോൾ ആ കാര്യം പറയാൻ പിതാവ് എന്നോടങ്ങ് പറഞ്ഞ് ഏൽപ്പിച്ചാൽ ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ നോക്കുക. എന്താണ്? ദൈവം മനസ്സ് മാറ്റിയിരിക്കുന്നു. 2009 വർഷങ്ങളായിട്ട് സഭയിലെ നിയമം താലി കെട്ടിയ പെണ്ണിൻ്റെ കൂടെ മരണം വരെ ജീവിക്കണം, താലി കെട്ടിയ പുരുഷൻ്റെ കൂടെ അന്ത്യം വരെ ജീവിക്കണമെന്നാണ്. എന്നാൽ ഇന്ന് പാതിരാത്രി 12:30 മുതൽ ഒരു പുതിയ നിയമം വരുന്നു. എന്താണ് ആ നിയമം? ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ആളെ ഇന്ന് രാത്രി മുതൽ എടുത്തു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ഇഷ്ടമുള്ള പുതിയ പെണ്ണിനെ എടുത്തു തുടങ്ങാം. ഇരുട്ടാണേലും ഒരു സഹോദരൻ തലപൊക്കി നോക്കുന്നു. ഇത് സത്യമാണോ അച്ഛാ? കൊതിപ്പിക്കാൻ പറയുകയാണോ അതോ ദൈവം പറഞ്ഞത് തന്നെയാണോ? അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പ്രതികരണം? സെഹിയോൻ ഊട്ടിശാലയിലെ കൊടുങ്കാറ്റിൻ്റെ അരിപ്പ് കേൾക്കാം. രക്ഷപ്പെട്ടു. 100-ൽ 60 പേര് ഓർക്കും മാറ്റിയെടുക്കാമല്ലോ. 20% പേര് പറയും, ദൈവമേ ഒരിക്കൽ പെട്ടുപോയി, ഇനി പണിക്ക് ഇല്ലേ ഇല്ല. 10% പേര് പറയും, ഇപ്പോൾ ഉള്ളത് ഉഗ്രം കെട്ടിയവൻ ഊറ്റം ഭാര്യ, വേറെ ഒന്നും വേണ്ടേ വേണ്ട. അവസാനത്തെ 10% പേര് പറയും, നോക്കട്ടെ എല്ലാവരും മാറിയാൽ ഞാനും മാറും, ആരും മാറിയില്ല ഞാനും മാറുകയില്ല. അപ്പം എത്ര പേർക്ക് പൂർണ്ണ തൃപ്തിയുണ്ടെന്നാ? ഇപ്പം ചേർന്ന ഇണയായിട്ട് കാണുക. ഇപ്പോൾ 1 ആപത്തിൽ ആലംബമായിരിക്കണം, 2 ജീവിതത്തിൻ്റെ ആധാരമായിരിക്കണം, 3 ചേർന്ന ഇണയായിരിക്കണം, 4 തക്കതായ തുണയായിരിക്കണം. ദൈവം ഹവ്വായെ സൃഷ്ടിച്ച് ആദത്തിന് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ചേർന്ന ഇണയും തക്കതായ തുണയുമാണ്. എന്താണ് തക്കതായ തുണ? തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാകാൻ നോക്കണം. പണ്ടത്തെ കാലത്താണെന്ന് വരികയിൽ അപ്പൻ്റെ അമ്മയുടെ ഉപദേശം എന്താ? എടി, ഇനിമേൽ ഭർത്താവിൻ്റെ വീട് നിൻ്റെ വീട്, അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യവും പരാതിയും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറയുന്ന ലോകമാണ്. അപ്പം ഇന്ന് കാഴ്ചപ്പാട് മൊത്തം മാറാൻ തുടങ്ങി. പെണ്ണിന് ശമ്പളം ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കും, പോട്ടടി അല്പം കൂടെ നല്ലതിനെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തരാം, ഇങ്ങോട്ട് പോരെ പറയുന്ന കാലമാണ്. നമ്മൾ ലോകത്ത് ആരോടെങ്കിലും ആലോചന ചോദിച്ചാൽ ആലോചന ചോദിക്കുന്നവരെല്ലാം തെറ്റേ പറയുള്ളൂ. കൂട്ടുകാരന്മാർ പറയും ഡൈവോഴ്സ് നടത്തിക്കോടാ, നിനക്ക് ഇതിനേക്കാൾ നല്ലതിനെ കിട്ടും. വീട്ടുകാരും പറയും പോരടി, നിൻ്റെ കാര്യം ഞങ്ങൾ നോക്കണം. കാരണം ഇന്ന് 1ഉം 2ഉം ഉള്ളൂ, ആ പ്രൊട്ടക്ഷനാണ്. അവിടെയാണ് പറയേണ്ടത്, ലോകത്തിൽ ആരോടും ഭർത്താവിൻ്റെ കുറവുകളെക്കുറിച്ച് പങ്കുവെക്കരുത്, ഭാര്യയുടെ കുറവിനെക്കുറിച്ച് പങ്കുവെക്കരുത്. ആലോചന ദൈവത്തോട് മാത്രം ചോദിക്കണം, ദൈവത്തോട് മാത്രം. പണ്ട് വേദപുസ്തകത്തിൽ ഔസേപ്പിന് മറിയത്തെ ഉപേക്ഷിക്കണമെന്ന് തോന്നി, കൊള്ളുകയില്ല എന്നൊരു തോന്നൽ. ആ തോന്നൽ വന്നപ്പോൾ പറയുന്നു, അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്ന യൗസേപ്പിന് നിദ്രയിൽ ദൈവം പ്രത്യക്ഷപ്പെടും, ദൈവത്തിൻ്റെ മാലാക. നിദ്രയെന്ന് പറഞ്ഞാൽ ഉറക്കമെന്നല്ല അർത്ഥം. പിന്നെയോ യൗസേപ്പിൻ്റെ നിശബ്ദമായൊരു ധ്യാനം. യൗസേപ്പ് അല്പസമയം നിശബ്ദമായിട്ട് ധ്യാനിച്ചു മനസ്സിൽ. ആ ധ്യാനത്തെ വേദപുസ്തകം നിദ്രയെന്ന് പറയും. കാരണം സുഖമായിട്ട് യൗസേപ്പിന് ഉറങ്ങാൻ പറ്റുകയില്ല. കാരണം കടന്നു വരാൻ പോകുന്ന പങ്കാളിയെ ഉപേക്ഷിക്കണം കരുതുന്ന ഭർത്താവിന് ഉറങ്ങാൻ പറ്റുകയില്ല. അപ്പോൾ ഉറങ്ങിയെന്നല്ല, ഒരു ചെറിയ ധ്യാനത്തിലൂടെ കടന്നു പോയപ്പോൾ ആ ധ്യാനമാണ് യൗസേപ്പ് ദൈവത്തോട് ആലോചന ചോദിച്ച സമയം. ദൈവത്തോട് ആലോചന ചോദിച്ചു, ഞാൻ കെട്ടാൻ പോകുന്ന എൻ്റെ ഭാര്യയായ അവളെ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം കൊടുത്ത ഉത്തരം, നീ ശങ്കിക്കരുത്, നിനക്ക് വേണ്ടിയുള്ളതാ, എടുക്ക്. കൂട്ടുകാർ ചോദിച്ചാൽ പറയും കൊള്ളുകയില്ലാത്തവർ ഉപേക്ഷിക്ക്. വീട്ടുകാർ പറയാം, പക്ഷെ ദൈവം പറഞ്ഞു നിനക്കായി വെച്ചതായി എടുക്ക്. ദാമ്പത്യ ബന്ധത്തിൽ പക്കതായ തുണയാകണോ? ആലോചന ദൈവത്തോട് മാത്രം. കൊച്ചു കാര്യത്തിൻ്റെ പേരിൽ ഭാര്യയെ വിട്ട് അകലാൻ ചിന്തിക്കുന്നവർ, ഭർത്താവിനെ വിട്ട് അകലാൻ ചിന്തിക്കുന്നവർ ഓർമ്മിക്കുക, ആലോചന എൻ്റെ ദൈവത്തോടായിരിക്കണം, സ്വന്തം വീട്ടുകാരോടല്ല, സുഹൃത്തുക്കളോടല്ല, സഹപ്രവർത്തകരോടല്ല. ദൈവത്താൽ ആലോചന ചോദിച്ചാൽ പറയും ഉപേക്ഷിക്കരുത്, ശങ്കിക്കേണ്ട, നീ അവളെ സ്വീകരിക്കുക, നീ അവൻ്റെ കൂടെ പാർക്ക്. ഈ ആലോചന ദൈവമാണ് തരിക. അവിടെ തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം. കല്യാണം കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് മിടുക്കൻ ഭർത്താവ് മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയ്ക്ക് ഏതെല്ലാം ഭക്ഷണം ഇഷ്ടം, ഞാൻ എന്നാ തുണി ഉടുത്താലിഷ്ടം, ഞാനെങ്ങനെ മുടിയിരിയാലിഷ്ടം, ഞാനെങ്ങനെ വർത്തമാനം പറഞ്ഞാലിഷ്ടം. ഇത് മിടുക്കം ഭർത്താവ് മനസ്സിലാക്കണം. മിടുക്കി ഭാര്യയെ മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവിന് ഏത് ഭക്ഷണം ഇഷ്ടം, ഏത് സംസാരം ഇഷ്ടം, ഏത് വേഷം ഇഷ്ടം. ഉദാഹരണത്തിന് എൻ്റെ ഭർത്താവിന് പേര് ടോം. ടോം എന്ന് കേട്ടാൽ അവൻ അരിശം. ടോം കുട്ട എന്ന് വിളിക്കാമെങ്കിൽ സന്തോഷം.
അങ്ങനെയെങ്കിൽ ടോം കുട്ടാൻ തന്നെ വിളിക്കണം. അലറി വിളിച്ച് കുട്ടാന്ന് വിളിച്ചാൽ പന്നിക്കുട്ടനെ വിളിക്കുന്നവരായിരിക്കും. പേര് കൂട്ടി വിളിക്കുമ്പം തക്കതായ തുണ. ഭർത്താവ് ഭാര്യയോട് പറയടി, നിൻ്റെ സാരിയും ബ്ലൗസും പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നാളെ മുതൽ നീ സാൽവാറും കമ്മീസും ധരിച്ചാൽ മതി. ഉടനെ ഭാര്യ പറഞ്ഞേക്കരുത്, പൊന്നു മനുഷ്യ, കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. ഇത് കൂടി കുന്ത്രാട്ടം കുത്തിക്കയറ്റിയാൽ പുത്തനായിട്ട് പണിയുന്ന കെട്ടിടത്തിന് കണ്ണ് കിട്ടാൻ നിൽക്കുന്ന ബൊമ്മ പോലാകുമെന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്. ഭർത്താവ് ആവശ്യപ്പെട്ടോ ഭാര്യ ധരിച്ച് കാണിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷം ധരിച്ച വല്ല അവളുമാരെയും നോക്കാനുള്ള പ്രവണത ഭർത്താവിനുണ്ടാകും. ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാനെന്ന ഭാര്യ തന്നെ ധരിച്ച് കാണിക്കണം വസ്ത്രം. അതോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയരുത്. ഭർത്താവിന് ഏറ്റവും ഇഷ്ടമാണ് കോഴിക്കറി വെക്കുമ്പം 3/4 വേവായ കോഴിക്കാല് എരിവും ചൂടുവെള്ള ചാറിയെന്നെടുത്ത് കറുമുറ കടിച്ചു തിന്നുന്നത് ഇഷ്ടമാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായാൽ ഇനിമേൽ കോഴിക്കറി വെക്കുമ്പം 3/4 വേവായ കോഴിക്കാല് എരിവും ചൂടുവെള്ള ചാറി വെച്ചിട്ട് ചേട്ടാ കടിക്ക് കോഴിയുടെ കാല് എന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ചു കൊടുക്കുന്ന ഭാര്യ ഭർത്താവിൻ്റെ ജീവിതത്തിൽ തക്കതായ തുണ. ഒരിക്കലും ഭർത്താവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനം പറയരുത്. ഭർത്താവ് ഒരു ദിവസം നല്ല ഒരു നീല പാൻസിന് തുണി കെട്ടി. അവൻ നീല പാൻസും തയ്ച്ചിട്ടു. അവൻ ഇഷ്ടപ്പെട്ട ഒരു ചുമന്ന ഷർട്ടും തയ്ച്ചിട്ടു. നീല പാൻസും ചുമന്ന ഷർട്ടും ഇട്ട് കഴുത്തിൽ ഒരു മഫ്ലറും ചുറ്റി അവൻ ഭാര്യയുടെ മുമ്പിൽ വന്നു. എങ്ങനെയുണ്ട് എന്നെ കണ്ടാൽ? അവളുടെ ഒരു നല്ല വാക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അവനോർത്ത് ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കും എന്ന് പറയുന്ന. ഇത് കണ്ട പാടെ അവൾ പറയും, അയ്യടാ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അത് കേട്ടപാടെ അവൻ്റെ മറുപടി, അല്ലെങ്കിൽ സത്യവാടി, ഒരു മുടിഞ്ഞ ചരക്കിനെ 20 വർഷമായിട്ടും ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ ഇത് തന്നെ എന്നോട് പറയണം. അപ്പോൾ ഒരിക്കലും ഈ പൊരുത്തമില്ലാത്ത വാക്ക് പറയരുത് ജീവിതത്തിൽ നിന്നാണ്. തക്കതായ തുണ. ഭർത്താവിൻ്റെ ഒരു കണ്ണ് അല്പം അടഞ്ഞ കണ്ണ്, ആ കണ്ണിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അവന് സഹിക്കാൻ പറ്റിയല്ല. പക്ഷെ ഇവിടെ അരിശം വരുമ്പം വജ്രായുധം പോലെ ഭർത്താവിനെ വിളിക്കുന്ന വാക്കെന്നാ, കോച്ചറക്കണ്ണ കോങ്കണ്ണ കോച്ചറക്കണ്ണ. തിരുത്താൻ മേലാത്ത കാര്യം പറഞ്ഞ് ഭർത്താവിനെ നൊമ്പരപ്പെടുത്തരുത്. തക്കതായ തുണ. ഇതുപോലെ ഒരു ഭാര്യയെ സംബന്ധിച്ച്, ഭർത്താവിനെ സംബന്ധിച്ച് ഓർക്കുക, ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളോ പദപ്രയോഗങ്ങളോ ഒരു ഭർത്താവിൻ്റെ വായിൽ നിന്നും ഒരിക്കലും വീഴരുത്. ഒരിക്കലും നൊമ്പരപ്പെടുന്ന വാക്കുകൾ ഒരു ഭർത്താവ് പറയരുത് ജീവിതത്തിൽ. ഉദാഹരണത്തിന്, എൻ്റെ ഭാര്യയുടെ പേര് മറിയ എന്ന് കേട്ടാൽ അവൾക്ക് ചൊറിയും. മറിയാമ്മ എന്ന് വിളിക്കാമെങ്കിൽ ഇക്കിളി എടുക്കും. അങ്ങനെയെങ്കിൽ മറിയാമ്മ എന്ന് തന്നെ വിളിക്കണം. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പരിപ്പ് വട, പാളയംകോടൻ പഴം. വിവാഹ വാർഷികത്തിലും ജന്മദിനത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും 5-6 വടയും പഴവും കൂടെ ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് മോളെ മറിയാമ്മയെ കടിക്കടി വട പഴം പൊതി എന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ചു കൊടുക്കുന്ന ഭർത്താവ് അവളുടെ ജീവിതത്തിൽ തക്കതായ തുണ. ഒരു കാര്യം ഓർക്കാനുള്ളത്, മിടുക്കര് ഭർത്താക്കന്മാരാണോ ഭാര്യയെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പേരിൻ്റെ കൂട്ടത്തിൽ മോളെ എന്ന് കൂട്ടിക്കൂട്ടി വിളിച്ചാൽ ഏത് ഭർത്താവിനും ഭാര്യയെ നേടാൻ പറ്റും. ഉദാഹരണത്തിന്, ജെസ്സിയാണോ ജെസ്സി മോളെ, ടെസ്സിയാണോ ടെസ്സി മോളെ, ലൂസിയാണോ ലൂസി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, മോളിയാണോ മോളുടെ മോളെ. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാമെങ്കിൽ അത് പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനത്തിൽ പറഞ്ഞു, മിടുക്കര് ഭർത്താക്കന്മാർ ഭാര്യയെ പേരിൻ്റെ കൂട്ടത്തിൽ മോളെ എന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കണം. അത് കേട്ടപാടെ ഒരു ഭാര്യ എൻ്റെ അടുക്ക വന്നു, എൻ്റെ അച്ഛ ഒരു ധ്യാനവും കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവിനെ മോളെ എന്ന് നീട്ടി വിളിക്കും. പക്ഷെ എൻ്റെ പൊന്നച്ച ആദ്യം വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് ഈ മോളെ എന്നുള്ള വിളി അവസാനമാണ് വരിക. ഇപ്പോൾ തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ജീവിത ശൈലി എന്നാണ് പറയുക. ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിയുന്ന ഒരു ജീവിത ശൈലി. അതുപോലെ തന്നെ ഓർക്കുക, ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി വെച്ചു. ഈ ചില ആണുങ്ങളുണ്ട്, എന്തിനു വേദനും കുറ്റം പറയുന്ന ആണുങ്ങൾ. അതൊരിക്കലും ശരിയല്ല. ഭാര്യ 1-ാം തരം മുട്ട പൊരിച്ചു വെച്ചു, പിശാചെ പുഴുങ്ങാൻ മേലേടി. പിറ്റേ ദിവസം പുഴുങ്ങി വെച്ചു, ചേത്താനെ പൊരിക്കാൻ മേലേടി. 3-ാം ദിവസം പരാതി വേണ്ടല്ലോ, ഒരു മുട്ട പുഴുങ്ങിയും വെച്ചു, മറ്റേത് പൊരിച്ചും വെച്ചു. മുടിഞ്ഞ പിശാച് പൊരിക്കേണ്ട മുട്ട പുഴുങ്ങിയും വെച്ചു, പുഴുങ്ങേണ്ട മുട്ട പൊരിച്ചും വെച്ചു. ഈ ടൈപ്പ് ആണുങ്ങളുണ്ട്. ദൈവം തമ്പുരാന് പോലും രക്ഷിക്കാൻ മേലാത്ത വർഗ്ഗങ്ങളെന്നാണ് പറയുക. അപ്പോൾ ജീവിതത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പെരുമാറുന്ന ഒരു ജീവിതത്തിൻ്റെ ശൈലി എന്നാണ് പറയുക. അതുപോലെ ഒരു ദിവസം അവൾ 1-ാം തരം കണ്ണിമാങ്ങ അച്ചാറിട്ട് ഒരു കുപ്പിക്കകത്താക്കി കൊടുത്തു. എന്നിട്ടൊരു ടീസ്പൂണും കൊടുത്തു, ചേട്ടാ കഴിച്ച് നോക്ക്, ഈ ചൊനയുടെ രുചി, അരപ്പിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും പറഞ്ഞ്. അവൻ ഒരു കണ്ണിമാങ്ങ എടുത്ത് കടിച്ച് നോക്കി, അരപ്പൊന്ന് നക്കി. എന്നിട്ട് ചോദിക്കുക, എന്നതാ അടിയത്? കണ്ണിമാങ്ങ അച്ചാർ. ഇതാണോ കണ്ണിമാങ്ങ? എല്ലാത്തിലും എഴുതി വേടി കണ്ണിമാങ്ങ അച്ചാറെന്ന്. ഏതാണ്ട് ആട്ടിൻകാഷ്ടം അരപ്പിലിട്ടതുപോലെ ഉണ്ടല്ലോ. എടി ഇതാണോ അച്ചാർ? അച്ചാറെന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അച്ചാമ്മയുടെ അച്ചാർ, അതല്ലേ അച്ചാർ.
ഇത്രയും പറഞ്ഞോ, അവൻ്റെ കഥ കഴിഞ്ഞു. പിറ്റേ ഞായറാഴ്ച ഇവൾ പോത്തിറച്ചി വരട്ടി ഒലത്തി പാത്രത്തിൽ നിരത്തി വിളമ്പും. എന്നിട്ട് പറയും, ഞാൻ ഒലത്തിയതാ, അച്ചാമ്മയുടെ ഒലത്ത് നിരത്തില്ല, വേണേൽ കയറ്റി വെച്ച് പോകാം മനുഷ്യ എന്ന് പറയും. ഇതാണ് പ്രശ്നമെന്ന് പറയുക. ഇപ്പോൾ തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ജീവിതത്തിൻ്റെ ശൈലി എന്നാണ്. ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു ജീവിത ശൈലി. ഇനി പെണ്ണുങ്ങളുടെ ശരീരത്തിന് എത്ര ഷേപ്പ് പോയാലും മിടുക്കരാണുങ്ങൾ ഒരിക്കലും കമൻറ്റ് പറഞ്ഞേക്കരുത്. എത്ര ഷേപ്പില്ലാതെ പോയാലും പറയാം, എൻ്റെ ഏടി പ്രിയങ്ക ചോപ്ര കഴിഞ്ഞ പിന്നെ അടുത്ത ചോപ്ര നിന്നെ കിട്ടിയത് മഹാഭാഗ്യം. പക്ഷെ ചില ആണുങ്ങൾക്ക് ഒരു വിവരവും ഇല്ല. അവരുള്ളതുപോലെ പറയും, എൻ്റെ ഏടി അയലോക്കത്തെ സൂസി 3 പെറ്റിട്ടും മുഖത്തിന് എന്നാ മിനിസോ, നീ 1 പെറ്റപ്പോൾ ആഫീസ് പൂട്ടിപ്പോയല്ലോ, ഇത് കൂടി വർത്തമാനം പറയരുതെന്നാണ്. ഇപ്പം തക്കതായ തുണ. ഇപ്പോൾ 1 ആപത്തിൽ ആലംബമായിരിക്കണം, 2 ജീവിതത്തിൻ്റെ ആധാരമായിരിക്കണം, 3 ചേർന്ന ഇണയായിരിക്കണം, 4 തക്കതായ തുണയായിരിക്കണം, 5 അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസത്തിൻ്റെ 5ാമത്തെ വ്യാഖ്യാനം ദമ്പതികൾ പരസ്പരം ഡോക്ടർമാരായിരിക്കണം, നേഴ്സുമാരായിരിക്കണം, നാടൻ ഭാഷയിൽ വൈദ്യന്മാരായിരിക്കണം. ആരാണ് ഡോക്ടർ, ആരാണ് നേഴ്സ്, ആരാണ് വൈദ്യൻ? മുറിവുകളിൽ മരുന്ന് പുരട്ടി സുഖപ്പെടുത്തുന്നവനാണ് വൈദ്യൻ. മുറിവുകളിൽ മരുന്ന് പുരട്ടി സൗഖ്യപ്പെടുത്തുന്നവനാണ് ഡോക്ടർ. മുറിവുകളിൽ മരുന്ന് പുരട്ടി സൗഖ്യം കൊടുക്കുന്നവനാണ് ഒരു നേഴ്സ് എന്ന് പറയുക. ഇതുപോലെ ജീവിതത്തിൽ ഭർത്താവിന് മനപ്രയാസം ഉണ്ടായാൽ ഭാര്യ അടുത്ത് നിന്ന് ആശ്വാസത്തിന് തൈലം പുരട്ടി ഭർത്താവിനെ ധൈര്യപ്പെടുത്തണം. ഭാര്യയ്ക്ക് മനപ്രയാസം വന്നാൽ ആശ്വാസത്തിന് തൈലം പുരട്ടി ഭർത്താവ് ആശ്വസിപ്പിക്കണം. ഉദാഹരണത്തിന് നാട്ടുകാർ ഭർത്താവിനെ വിളിച്ചു കള്ളൻ, ദ്രോഹി, പാര. ഇത് കേട്ട ഭർത്താവ് മനസ്സ് മുറിഞ്ഞ് പെരയ്ക്കകത്തിരുന്ന് കരയുക. ഉടനെ പണ്ടേ ചൊരുക്കുള്ള ഭാര്യ അടുത്ത് വന്നിട്ട് പറയുക, എന്നാത്തിനാടോ മുതലക്കണ്ണീര് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്? തന്നെ നാട്ടുകാർ പാരയെന്ന് വിളിച്ചിട്ടാണോ? താൻ വെറും പാരയാണോ? പാര എനിക്കല്ലേ തന്നെ അറിയത്തുള്ളൂ. അങ്ങനെ പറയുന്നവൾ മുതുപ്പിശാചാണ്, രാക്ഷസിയാണ്. അവൾ വൈദ്യനാണെ പറയും, നിങ്ങളെ ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭർത്താവിൻ്റെ തകർച്ചയിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാത്തവൾ ഭാര്യയല്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് മനപ്രയാസം ഉണ്ടായി, മക്കളും മരുമക്കളും നാത്തൂന്മാരും എന്തോ കുത്തുവാക്ക് പറഞ്ഞു. ഭാര്യ ഇങ്ങനെ മനസ്സ് മുറിഞ്ഞിരിക്കുമ്പോൾ പണ്ടേ അരിശമുള്ള ഭർത്താവ് അടുത്ത് എന്നിട്ട് പറയുക, എടി ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, നീ എത്ര എന്നെ വേദനിപ്പിച്ചതാ, അനുഭവിക്കടി, അനുഭവിക്ക്. അങ്ങനെ ഇരുന്ന് പറയുന്ന ഭർത്താവ് രാക്ഷസനാണ്. അവൻ വൈദ്യനാണെ പറയും, എടി പൊട്ടി, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ? എടി 10 മക്കളുണ്ടായിട്ടും ആരും നോക്കാതെ മരിച്ചവരുണ്ട്, ഒരു കുഞ്ഞും ജനിക്കാഞ്ഞിട്ടും തമ്പുരാൻ കാത്തവരുണ്ട്. എടി മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മളോ വൃക്ഷം. പപ്പും തൂവലും മുളയ്ക്കുമ്പോൾ പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. എടി കുഞ്ഞുങ്ങൾ കപ്പൽ, നമ്മൾ തുറമുഖം. കപ്പൽ പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. കഴിഞ്ഞകാല ജീവിതത്തിൽ ഇങ്ങനെ ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് പരസ്പരം സമാശ്വസിപ്പിച്ചവരാണോ, അതോ കൊച്ചു കൊച്ചു കാര്യത്തിന് കുത്തും കോളുമുള്ള വാക്ക് പറഞ്ഞ് പരസ്പരം മുറിപ്പെടുത്തിയവരാണോ? തിരുത്താൻ ദൈവം വിളിക്കുന്നു. 6 ദമ്പതികൾ വൈദികരാണ്. ദമ്പതികൾ പരസ്പരം വൈദികരാണ്. ഞങ്ങൾ അച്ഛന്മാർക്കൊരു അവകാശം സഭയിലുള്ളത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരവകാശമാണ്. കൈവെപ്പ് മേൽപ്പട്ടക്കാരിൽ നിന്ന് സ്വീകരിച്ചവർക്ക് മാത്രമേ മറ്റൊരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അധികാരം സഭയിലുള്ളൂ. മറ്റേ ആശീർവാദം പോലെ, ആശംസ പോലെ പറയാം, കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരവും അവകാശവും കൈവെപ്പ് സ്വീകരിച്ചവർക്കാണ്. അപ്പോൾ അങ്ങനെയൊരു അധികാരം സഭയിൽ വൈദികർക്കുണ്ട്. ഈ അധികാരം നിങ്ങൾക്ക് കുടുംബത്തിലുണ്ട്. വിവാഹമെന്ന കുദാശയിലൂടെ കൗദാശികമായി ബന്ധിക്കപ്പെട്ടവർക്ക് ഭർത്താവിന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. ഭാര്യയുടെ തലയിൽ കൈവെക്കാൻ ഭർത്താവിന് അവകാശമുണ്ട്. നിങ്ങളുടെ മക്കളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വൈദിക പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്, അത് പൗരോഹിത്യ പ്രാർത്ഥനയാണ്. നിങ്ങൾ വൈദികരാണ്. അവസാനമായി 7 ദമ്പതികൾ പ്രവാചകരാണ്. എന്താണ് പ്രവചനം? ബൈബിളിൽ പ്രവചനമെന്ന് പറഞ്ഞാൽ തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടതുപോലെ തിരുത്തേണ്ട സമയത്ത് ഭർത്താവിനെ തിരുത്തുന്ന ഭാര്യ, തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടതുപോലെ ഭാര്യയെ തിരുത്തുന്ന ഭർത്താവ്. ഇതാണ് പ്രവചനം. ഭർത്താവിന് തെറ്റുപറ്റിയോ ആരും കേൾക്കാതെ മുറിക്കകത്ത് കൊണ്ടുപോയി ഒറ്റയ്ക്ക് ഭർത്താവിനെ ഭാര്യ തിരുത്തണം. ആരുടെയും കേൾക്ക ഭാര്യയെ ഭർത്താവ് തിരുത്തരുത്. ആരും കേൾക്കാതെ മുറിക്കകത്ത് കൊണ്ടുപോയി ഭാര്യയുടെ തിരുത്തി കൊടുക്കുന്ന ഭർത്താവ്. തിരുത്തേണ്ടതുപോലെ തിരുത്തേണ്ട സമയത്ത് തിരുത്തുക. ഇതാണ് പ്രവചനം. ഇതിന് പൗലോസ് പറയുന്ന വാക്ക് ഇതൊരു മഹാരഹസ്യമാകും. എഫേസ്യസ് ലേഖനം 5-ാം അധ്യായം
22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യസ് 5 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേൽ രണ്ടല്ല ഒന്നാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. ഒരു പള്ളിയിൽ കപ്പ്യാരി ഭാഗം വായിച്ചു. 100 കൂട്ടം ബഹളത്തിനിടയിലാണ് കപ്പ്യാരി എന്ന് ഈ ബൈബിൾ ഭാഗം വായിച്ചത്. അപ്പോൾ അതിനിടയ്ക്ക് അല്പം സ്പീഡ് കൂടിപ്പോയി. കപ്പ്യാരി വായിച്ചത് ഇങ്ങനെ: ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇനിമേൽ രണ്ടല്ല ഒന്നാകുന്നു, ഇതൊരു മഹാരസമാകുന്നു. രഹസ്യം മാത്രമല്ല, ഇതൊരു മഹാരസം കൂടെ. എനിക്ക് പെങ്ങന്മാരില്ല, ഞങ്ങൾ 2 മക്കളാണ്. അപ്പം എനിക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവളുടെ പേര് ആൻസി എന്നാണ്. ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ അവധിക്ക് ചെല്ലുമ്പോൾ ആൻസി എന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വരും. അവൾ പറയും, അച്ഛനായി കഴിഞ്ഞ് എന്നെ വേണം ആദ്യം കെട്ടിക്കാൻ. സമ്മതിച്ചു. 1993 ഡിസംബർ 26 ഞാൻ അച്ഛൻ പട്ടം സ്വീകരിച്ചു. ഡിസംബർ 31 അവളെ കെട്ടിച്ചു വിട്ടു. കുറുമ്പനാടം എന്ന ഇടവകയിൽ ലാൽ എന്ന ചെറുപ്പക്കാരൻ അവളെ കെട്ടി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പള്ളിയിലോട്ടും പോയി, അവൾ കെട്ടിയവൻ്റെ വീട്ടിലോട്ടും പോയി. 1 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന അടുത്ത് വലിയ തോവാള ഒരു ഹൈറേഞ്ച് പ്രദേശമാണ്. അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവള് വന്നു. ഇവിടെ ലാലേട്ടൻ വന്നിട്ടില്ല, ഞാൻ വരുമെന്ന് കേട്ടുകൊണ്ട് ഇവളും വന്നിട്ടുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ എനിക്കിഷ്ടപ്പെട്ട പലഹാരം അലുമിനിയക്കരത്തിൻ്റെ വക്കത്ത് തുണി കെട്ടി പുഴുങ്ങി വെക്കുക. ഞങ്ങളുടെ നാട്ടിൽ പറയും പൂച്ച പുഴുങ്ങുക എന്ന് പറയും. അല്ലെ കുമ്പളപ്പം, ഇലയപ്പം, ഇടനയിലേക്കകത്ത് കൂടച്ചക്കപ്പടും അരിപ്പൊടിയും തേങ്ങാപ്പീരയും ചേർത്ത് കടലക്കാരൻ്റെ കടലപ്പൊതി പോലെ കോട്ടി വാട്ടി അമ്മ ഇങ്ങനെ പുഴുങ്ങി വെക്കുക. ഞാൻ നോക്കുമ്പോഴുണ്ട് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പുഴുങ്ങി വെക്കുന്ന ഈ കുമ്പളപ്പത്തിലെ ഏറ്റവും മുഴുത്തതെടുത്ത് അവൾ അലമാരി കയറ്റി വെക്കുന്നു. കാരണം പിറ്റേ ദിവസം അവിടെ ലാലേട്ടൻ വരുമ്പോൾ അവൻ്റെ അണ്ണാക്കി കുത്തി കയറ്റാൻ ഇവളെടുത്ത് വെക്കുക. ഞാൻ എന്നാ ചോദിച്ചാലും അവൾക്കൊരു മറുപടിയില്ല. ഞാൻ ചോദിച്ചേടി, ഞാൻ അച്ഛനായപ്പം വണ്ണം വെച്ചോ, വീഞ്ഞു കുടിച്ചപ്പം മുഖം ചുമന്നോ, വയറ് ചാടിയോ, ഇവളൊന്നും കേൾക്കുന്നില്ല. എന്ത് ചോദിച്ചാലും ഏതോ സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരനെ പോലെ അവൾ എന്തോ ഓർത്തുകൊണ്ടിരിക്കുക. എന്ത് പറഞ്ഞാലും ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇപ്പം ലാലേട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം ലാലേട്ടൻ തോർത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം ലാലേട്ടൻ പാൻസ് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇപ്പം ലാലേട്ടൻ പൗഡർ പൂശിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇവക്കറിയാം ഇതൊരു മഹാരസമാകുന്നു, ഇതൊരു മഹാരഹസ്യമാകുന്നു. അപ്പോൾ ഈ രസത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും ജീവിതം സഭയെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ അതെപ്രകാരം കുടുംബം ഒരു സ്വർഗമാകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകമാകും. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം 2ാം ഭാഗത്ത് തുടർച്ചയായ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു വരാം. അല്പസമയം നമ്മൾ ഈ കേട്ട ചിന്തകളെ മനസ്സിൽ നമ്മൾ ധ്യാനിക്കുന്നു. ധ്യാനപൂർവ്വം ദൈവതിരുസന്നിധിയിൽ ഈ ചിന്തകളെ നമ്മൾ സമർപ്പിക്കുന്നു. ആപത്തിൽ ആലംബമായി, ജീവിതത്തിൻ്റെ ആധാരമായി, ചേർന്ന ഇണയായി, തക്കതായ തുണയായി, വൈദ്യനായി, വൈദികരായി, പ്രവാചകരായി ജീവിതയാത്ര പൂർത്തിയാക്കുവാൻ ദൈവം ദമ്പതിമാരെ വിളിക്കുമ്പോൾ ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ വിളിക്കപ്പെട്ട നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട് നരകമാകും, ശ്രദ്ധിച്ചാലോ കുടുംബം സ്വർഗമാകും. എങ്ങനെ ഈ ഭൂമിയിൽ ഒരു സ്വർഗം പണിയാം? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഇടവേളയ്ക്ക് ശേഷമുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുന്നു. ഭൂമിയിൽ സ്വർഗം പണിയുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ മനോഹരമായ ചിന്ത ദൈവകരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ മനസ്സിലൂടെ കണ്ണുകളൊന്ന് അടച്ച് കേട്ട ചിന്തകളെ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ ഭർത്താവിനെ വേദനിപ്പിച്ച ഒരു ഭാര്യയാണോ ഞാൻ? എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ച ഒരു ഭർത്താവാണോ ഞാൻ? പരസ്പരം കരുതലില്ലാത്ത വാക്കുകൾ പറഞ്ഞ് പരസ്പരം നൊമ്പരപ്പെടുത്തിയവരാണോ? തിരുത്തുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ നല്ല ദൈവം വിളിക്കുന്നു. ചേർന്ന ഇണയും തക്കതായ തുണയുമായി, വൈദ്യനായി, വൈദികരായി, പ്രവാചകരായി ദൈവം തിരഞ്ഞെടുത്ത ജീവിതം, ആ ജീവിതയാത്രയിൽ വന്നുപോയ പാളിച്ചകളെക്കുറിച്ച് നമുക്ക് മാപ്പ് ചോദിക്കാം. അബ്രഹാമിന് സാറ എന്നതുപോലെ, ഇസഹാക്കിന് റബേക്ക എന്നതുപോലെ, ജോസഫിന് മറിയം എന്നതുപോലെ ഇന്ന് നിനക്ക് തന്ന ഭാര്യ, നിനക്ക് തന്ന ഭർത്താവ് ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമായിട്ട് അത് കണ്ടെത്തുവാൻ, അത് തിരിച്ചറിയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ സകല മുറിവുകളെ ഓർത്ത് തമ്പുരാനോട് മാപ്പ് ചോദിക്കുകയും ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയുള്ളൊരു കുടുംബം ഭൂമിയിലെ സ്വർഗത്തിൻ്റെ പതിപ്പായിട്ട് നമ്മുടെ കുടുംബത്തെ മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാൻ നമുക്ക് ശക്തി തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും 2ാം ഭാഗത്തുള്ള ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ തുടർന്ന് പ്രവേശിക്കുന്നു. നന്ദി പ്രകാശനത്തിനായി ശ്രീ മത്തായി ടി വർഗീസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ പ്രധാന അതിഥിയായി എത്തിച്ചേർന്ന മലങ്കര സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപനും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രസിഡൻറ്റുമായ അഭിവന്യ യൂഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമേനിക്ക് IOMF നാമത്തിൽ
സവിനയം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ വികാരി റവറൻ ഫാദർ ജോസ് മാത്യു അച്ഛന് IOMF ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പസ്തോലിക സഭകളിലെ ഇടവക വികാരിമാരായ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്ക്, ആ ഇടവകകളുടെ ചുമതലക്കാരായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ വ്യക്തികൾക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് മേഴ്സി ഫെലോഷിപ്പ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഷാജി എബ്രഹാം, ഇടവകയുടെ ട്രസ്റ്റി മിസ്റ്റർ ഫിലിപ്പ് കുര്യൻ, ഇടവകയുടെ സെക്രട്ടറി മിസ്റ്റർ ജെറി ജോൺ കോശി എന്നിവരോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുവൈറ്റ് എക്യുമെനിക്കൽ ചർച്ച് ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട പോൾസൺ കിരിക്കാട്ടിലച്ചനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. IOMFൻ്റെ ഈ പ്രോജക്റ്റ് വിജയകരമായി നടത്തുന്നതിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള സ്പോൺസേഴ്സായിട്ടുള്ള മാന്യ വ്യക്തികൾ ഈ സദസ്സിലുണ്ട്. ബഹുമാന്യരായ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഒന്നുകൊണ്ട് മാത്രം, അതെ, വാക്കുകളാലല്ലാതെ പ്രവൃത്തിയാൽ നിങ്ങൾ ഘോഷിച്ചതായ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് IOMF പൂപ്പുകൈകളോടുകൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, 1000 നന്ദി. IOMFന് വേണ്ടി ഗാനസന്ധ്യ ഒരുക്കിയ ഡിവൈൻ മെലഡി, ഒരു വർഷത്തെ അവരുടെ പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയായിട്ടാണ് ഈ സമ്മേളന വേദിയും ഞങ്ങൾ കാണുന്നത്. ആ ഗായക സംഘത്തെ നയിച്ച MU മാത്യു, അതോടൊപ്പം തന്നെ അതിൽ സഹകരിച്ചതായ 40ഓളം വരുന്ന സഹോദരി സഹോദരന്മാർക്കും IOMF ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. IOMFൻ്റെ ഡിവൈൻ മെലഡിയുടെ പ്രാക്ടീസ് ശരിയായ രീതിയിൽ നടത്തുവാൻ സാധിച്ചത് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പേഴ്സ് ഞങ്ങളോട് കാണിച്ചതായ സഹകരണം മൂലമാണ്. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പേഴ്സിനോട് IOMF സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. IOMFൻ്റെ ഗാനോപഹാരം DVD ആക്കി ഇവിടെ വിതരണം ചെയ്യുവാൻ സാധിച്ചത് ദൃശ്യ സ്റ്റുഡിയോയിലെ സോണിമോൻ്റെ അക്ഷാന്ത പരിശ്രമം കൊണ്ടുകൂടിയാണ്. ദൃശ്യ സ്റ്റുഡിയോ ഈ ഒരു സംരംഭത്തിൽ IOMFന് തന്ന താങ്ങിന്, കൈത്താങ്ങിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. IOMFൻ്റെ സ്മരണിക സ്പോൺസേഴ്സായിട്ട് വന്നിട്ടുള്ള സ്ഥാപനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതോടൊപ്പം ഡിസൈൻ ചെയ്ത മിസ്റ്റർ അലക്സ് വർഗീസിനോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രധാന സ്പോൺസറായിട്ടുള്ള മിസ്റ്റർ RC സുരേഷ്, നളിനം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന പ്രസ്ഥാനത്തോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നാം കാണുന്നതായ ഈ സ്റ്റേജ് 2 വ്യക്തികളുടെ കരവിരുതിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണ്. ബഹുമാനപ്പെട്ട മിസ്റ്റർ തോമസ് കുര്യൻ, മിസ്റ്റർ ജോർജ് MV ഇവരുടെ കരവിരുത് ഈ വേദിയെ കൊഴുപ്പുള്ളതാക്കി തീർത്തു എന്നതിന് സംശയമില്ല. ഈ അവസരത്തിൽ
ബഹുമാനപ്പെട്ട തോമസ് കുര്യനെ ഒരു ചെറിയ ഉപഹാരം നൽകിക്കൊണ്ട് നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. അതിനായി കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് മഹാ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട ജോസ് മാത്യൂസ് അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ബഹുമാനപ്പെട്ട തോമസ് കുര്യൻ ഈ വേദിയിലേക്ക് കടന്നു വന്നാലും. ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ആകർഷണം എന്തെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛൻ്റെ നദി പോലെ ഒഴുകുന്നതും വാക്കുകൾ കരകളെയും സമൃദ്ധമാക്കുന്ന ചിന്താരത്നങ്ങളുമാകുന്ന ആ പ്രഭാഷണ ശൈലിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് പുത്തൻപുരയ്ക്കൽ അച്ഛനെ IOMF എല്ലാവിധമായ ആദരവോടും കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുമ്പോൾ ഇമ്പമുളവാക്കുന്ന വേദികളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. കുടുംബം ഒരു ദൈവീക ദാനം എന്ന പ്രഭാഷണത്തിൻ്റെ 2ാം ഭാഗം ഇവിടെ ആരംഭിക്കുകയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടു നിർത്തിയത് ദൈവം അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായി ദാമ്പത്യത്തെ സൃഷ്ടിച്ച് ദൈവം പരിപാലിച്ചു കൊണ്ടുവന്ന ആ കുടുംബം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെ ഇപ്രകാരമാണ് പറയുക. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. അന്ന് വരെ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ചേർന്ന ഇണയുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാണാം തിരിച്ചറിയൽ പരേഡിൻ്റെ കാലഘട്ടമാണ്. മൂന്നാർ പെൺവാണിഭൂത്തിപ്പെട്ടവന്മാരെ തിരിച്ചറിയാൻ വേണ്ടി ലൈൻ നിർത്തുന്നു. മുത്തൂറ്റ് പോളം ജോർജിൻ്റെ ആ കൊലപാതകത്തിലെ ഉത്തരവാദികളാണോ എന്നറിയാൻ വേണ്ടി തിരിച്ചറിയൽ പരേഡ് നടത്തുന്നു. എവിടെ നോക്കിയാലും തിരിച്ചറിയൽ പരേഡിൻ്റെ കാലഘട്ടമാണ്. ഈ തിരിച്ചറിയൽ പരേഡ് 2009 പ്രത്യേകതയല്ല, ലോകസ്ഥാപനം മുതൽ ആരംഭിച്ചതാണ് തിരിച്ചറിയൽ പരേഡ്. 1ാമത്തെ തിരിച്ചറിയൽ പരേഡാണ് കാണുക. ആദത്തെ നിർത്തിയിട്ട് സകല ജീവജാലങ്ങളെയും മുമ്പിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ചേർന്നതുണ്ടോ എന്ന് ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തുക. ആദ്യം ആദത്തെ ഇടതുവശത്ത് നിർത്തി, പിടിയാനെ വലതുവശത്ത് നിർത്തി, ചേരിയേല. ആദത്തെ നിർത്തി എരുമയെ നിർത്തി, ചേരിയേല. ആദത്തെ നിർത്തി പശുവിനെ നിർത്തി, ചേരിയേല. അവസാനം മനസ്സിലായി തേങ്ങാമുറിയും അടയ്ക്കാമുറിയും കൂടെ ചേരിയേല, തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. അങ്ങനെ ചേർന്ന ഒരാളെ കൊടുക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു. അതിന് ബൈബിൾ പറയുന്ന വാക്കെന്താ? ദൈവം ആദത്തെ ഗാഢനിദ്രയിലാഴ്ത്തി. ബൈബിളിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് ഗാഢനിദ്ര. അത് കിട്ടിയത് ആർക്കാണ്? ആണുങ്ങളുടെ വർഗത്തിന്. കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നു മോനെ ഉറങ്ങടാ, ഉറങ്ങ്. മനസമാധാനത്തോടെ നിൻ്റെ ഒടുക്കത്തെ ഉറക്കം കെടുത്താൻ ഒരെണ്ണം വരുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ ആദം ഗാഢനിദ്രയിലാണ്ടു. അപ്പം ആദത്തിൻ്റെ ഒരു എല്ലെടുക്കാൻ ദൈവം തീരുമാനിച്ചു. ദൈവം കൈ സാവധാനം ഓടിച്ചു കൊണ്ടുവന്ന് ആദത്തിൻ്റെ തലയെ പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ? ദൈവം തന്നെ ഞെട്ടി പറഞ്ഞു, അയ്യോ, തലയിലെ എല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ തലയിൽ കയറിയത് നിരങ്ങും, അതുകൊണ്ട് തലയിലെ എല്ല് വേണ്ട. ദൈവം കൈ ഓടിച്ച് ആദത്തിൻ്റെ കാലേ പിടിച്ചു. ഇവിടുത്തെ എല്ലെടുത്താലോ? ദൈവം തന്നെ ഞെട്ടി പറയോ, കാലേ നെല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ കക്ഷി കാലാകാലം ഇവൻ്റെ ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. അവിടെ ദൈവം കൈ മുകളിലോട്ട് ഓടിച്ച് ചെന്ന് പുരുഷൻ്റെ തലയിണ രഹസ്യങ്ങൾ, അരമന രഹസ്യങ്ങൾ, അന്തി ഉറങ്ങുന്ന ഹൃദയത്തെ പൊതിയുന്ന വാരിയലുകളിൽ ഒന്നൊടിച്ചിട്ട് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. പുരുഷനിൽ നിന്ന് എടുത്തതുകൊണ്ട് സ്ത്രീ എന്ന് വിളിച്ചു, നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ അവിടെ മുതലാണ് ചിരിയും സന്തോഷവും ആരംഭിച്ചത്. അന്ന് വരെ മൂകനായിരുന്ന ആദം ഉള്ളു തുറന്ന് ചിരിച്ചു. ഏതോ ഒരു പുരുഷനും ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കാണുമ്പോഴാണ്.
രാഷ്ട്രീയക്കാർ പറയാറുണ്ട്, സാക്ഷാൽ നരസിംഹറാവു പോലും ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യറായിയെ കണ്ടപ്പോഴാണ്. അന്നാണ് ചിരി തുടങ്ങിയതെന്ന്. ആദ ഉള്ളു തുറന്ന് ചിരിച്ചു. അന്ന് മുതൽ പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രത്യേക കൃപയാണ് 2 വഴിയിലൂടെ കെട്ടിയവനെ വരച്ച വരെ നിർത്താനുള്ള വലിയ കൃപ ദൈവം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. 2 രീതികളിലാണ്. 1 ചിരി, 2 കരച്ചിൽ. എത്ര മനപ്രയാസമുള്ള ഭർത്താവും വീട്ടിലോട്ട് നീണ്ട മുഖമായിട്ട് വരുമ്പം ഭാര്യ ഒന്ന് ചിരിച്ചോ അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകട്ട പോലെ ഉരുകി പോവും. പക്ഷേ സമയം നോക്കിയും കണ്ടേ ചിരിക്കാവുള്ളൂ. അസ്ഥാനത്ത് കയറി ചിരിച്ച് വരുന്നത് ഈ മനുഷ്യനെ ഊശിയാകുന്ന ചിരി ഒരിക്കലും ചിരിച്ചേക്കരുതെന്ന. ഇപ്പം ചിരിച്ചോ ആണിനെ നേടാം. 2 കരഞ്ഞോണം. പെണ്ണുങ്ങൾ കുത്തിയിരുന്ന് കരഞ്ഞോ ആണുങ്ങൾ അലുത്തു പോവും. കാരണം അപ്പനെ മക്കൾക്ക് വീഴിക്കാം, ഭർത്താവിനെ ഭാര്യയ്ക്ക് വീഴിക്കാം, ആങ്ങളെ പെങ്ങൾക്ക് കയ്യിലെടുക്കാം. കരഞ്ഞോണം. കാരണം പെണ്ണുങ്ങൾ കരഞ്ഞാൽ ആണുങ്ങൾ സഹിക്കുകയില്ല. ആദ്യം ശ്രദ്ധിക്കുകയില്ല, കുറേ കഴിഞ്ഞ് ചോദിക്കും എന്നാത്തിനടി കുത്തിയിരുന്ന് മോങ്ങുന്നത്. കാരണം ആണുങ്ങൾക്കൊരു ബലഹീനതയുണ്ട്, വെള്ളം വീണാൽ അവൻ പെട്ടെന്ന് കുഴഞ്ഞു പോകും. കാരണം മണ്ണിൽ നിന്നും ഉണ്ടായതാണ്, വെള്ളം വീഴുമ്പോഴേ കുഴയും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല, കാരണം എല്ലേന്നുണ്ടായതാണ്, നല്ല കട്ടിയാണെന്നാണ് പറയുക. അപ്പോൾ പുരുഷൻ ആദ്യ സ്ത്രീയെ കൊടുത്തു, ചിരി ആരംഭിച്ചു, സന്തോഷം ആരംഭിച്ചു. ലോകത്തിലെ അതിമനോഹരമായ ഒരു കുടുംബ സംവിധാനത്തിന് രൂപവും ഭാവവും കൊടുത്തു. അവിടെ പുരുഷൻ സ്ത്രീയോട് പറഞ്ഞു, ഇതാ തിരിച്ചറിയൽ പരേഡ് നടന്നിരിക്കുന്നു, എനിക്ക് ചേർന്ന ഇണയെ ദൈവം തന്നിരിക്കുന്നു എന്നാണ് പറയുക. ഇന്ന് നമ്മുടെ കുവൈറ്റിലുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ, നമ്മുടെ കേരളത്തിലുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്ന് 10 കൂട്ടം കുടുംബങ്ങളാണുള്ളത്. കുടുംബ ഭദ്രത വാർഷികമൊക്കെ ആഘോഷിക്കുമ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പം ഈ 10ൽ ഏതിൽ പെടും നിങ്ങളുടെ വീട് എന്ന് ഒന്ന് പരിശോധിക്കുകയാണ് 2ാം ഭാഗത്ത്. 10 കൂട്ടം കുടുംബങ്ങളുണ്ട് നമുക്കിടയിൽ. ഇതിലേതിൽ പെടും നമ്മുടെ വീട്? 1, കുടുംബം ഒരു മദ്യഷാപ്പ്, കുടുംബം ഒരു ബാർ ഹോട്ടൽ. ചില കുടുംബങ്ങൾ മദ്യഷാപ്പുകളാണ്, ബാർ ഹോട്ടലുകളാണ്. എങ്ങനെയുള്ള കുടുംബം? ജ്ഞാനസ്നാനം മാമോദിസ കൊടുക്കുമ്പം അവിടെ അല്പം ലഹരി. ക്രിസ്മസിന്, ഈസ്റ്ററിന്, ഏത് ദിവസവും, തിരുനാളിന്, ഒരു വിശേഷ വിവാഹ വാർഷികത്തിൽ എന്തിനു വേദനയും ലഹരി വിളമ്പുന്ന ഒരു വീടാണോ നമ്മുടെ വീട്? ആൾക്കാരെ ആകർഷിക്കാൻ ചിലർ എൻ്റെ അച്ഛാ കുടിച്ചില്ലെങ്കിൽ ഒരു ഇതുമില്ല, കുടിച്ചില്ലെങ്കിൽ ഏതാണ്ട് പോലെ. 2 വാക്കാണ് കൂടപ്പിറപ്പ്. 1 ഇത്, 2 ഏതാണ്ട്. ഏത് വിധത്തിൽ വെള്ളം ചെയ്യാം. നമുക്കറിയാം ഏത് വിധത്തിലും നമുക്ക് മദ്യം വരുത്താനുള്ള വഴി. ചില ബാത്റൂം കഴുകുന്ന ലോഷൻ വരെ നാരങ്ങായും പിടിഞ്ഞ് കുടിക്കുന്നവരുണ്ട്. ഇതല്ലേ നമ്മുടെ നാടെന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് ഈ ലഹരി ഒരു ബന്ധനമാണ്. കുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യനൊരു ബന്ധനമാണ്. അതിനെന്തിനും അതിന് ന്യായീകരണമുണ്ട്. ക്രിസ്മസിന് കുടിക്കും. എന്താ കാരണം? ദൈവം മനുഷ്യനായി ജനിച്ചതിൻ്റെ സന്തോഷം. ദുഃഖവെള്ളിയാഴ്ച ദൈവം മരിച്ചതിൻ്റെ മനപ്രയാസം. ഉയർപ്പ് ഞായറാഴ്ച ഒന്നുകൂടെ പൊങ്ങി വന്നതിൻ്റെ പരമസന്തോഷം. തിരുനാളിന് നാടിൻ്റെ ഉത്സവം. ഇതൊന്നും അല്ലാത്തൊരു ദിവസം ഒരു ചേട്ടൻ കുടിച്ചേച്ച് പോന്നു. എൻ്റെ പൊന്നു ചേട്ടാ എന്നാത്തിനാ ഇന്ന് കുടിച്ചത്? അയാളുടെ മറുപടി, എൻ്റെ കൊച്ചു മുലകുടി നിർത്തി എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ കുപ്പികുടി ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ കുടിക്കുന്നവർക്ക് എന്തിനും ഇതിന് ന്യായീകരണമുണ്ട്, ലഹരിയുടെ ന്യായീകരണമുണ്ട്, എന്തിനു വേദനയുണ്ട്. കഴിഞ്ഞ ഓണത്തിന് ഞാൻ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളുടെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ധ്യാനങ്ങൾക്ക് പോകുമായിരുന്നു. അപ്പം അങ്ങനെ പോയപ്പം പല കൂട്ടം കള്ളച്ചാരായം ഞാൻ കണ്ടു. പ്ലാസ്റ്റിക് കൂട്ടി വയ്ക്കുന്നു. 5-6 എണ്ണത്തിൻ്റെ പേരെൻ്റെ ഓർമ്മയിലുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് ഓടയം മറിയം, 2 മണവാട്ടി, 3 പുല്ല് പെറുക്കി, 4 പോസ്റ്റ്മാൻ, 5 പോസ്റ്റേ കയറി, 6 മിശിഹ. 6 എണ്ണം വരെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഓടയം മറിയം എന്ന കള്ളച്ചാരായത്തിൻ്റെ പ്രത്യേകത, അതിന് 2 കവിള് കുടിച്ചാൽ മതി, കുടിച്ചയാൾ അടുത്തുള്ള ഓടയിലോട്ട് മറിഞ്ഞു വീഴും, എഴുന്നേറ്റ് പോകാൻ പാട്. മണവാട്ടി അല്പം കുടിച്ചാൽ പിന്നെ ഭയങ്കര നാണമാണ്, ഇങ്ങനെ വിരൽ കൂട്ടി തിരുമ്മിക്കൊണ്ടിരിക്കും. പുല്ല് പെറുക്കി അല്പം കുടിച്ചാൽ മതി, കുടിക്കുന്നയാൾ മുറ്റത്ത് കുത്തിയിരുന്ന് സകലമാന പുല്ലും പറിക്കാൻ തുടങ്ങും, വെട്ടം വീണാൽ എഴുന്നേറ്റ് പോവുകയല്ല. പോസ്റ്റേ കയറി എന്ന സാധനം 2 പേർക്ക് അകത്ത് ചെന്നാൽ മതി. ടെലിഫോൺ പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ്, കപ്പളം, തെങ്ങ്, പേര, അണ്ണാനെ പോലെ കയറുക ഇറങ്ങുക ഇറങ്ങുക കയറുക. പോസ്റ്റ്മാൻ്റെ അല്പം അകത്ത് ചെന്നാൽ മതി, കുടിച്ചയാൾ ഭൂമിയിലുള്ള എല്ലാ വീട്ടിൽ കൂടെയും കറങ്ങിക്കൊണ്ടിരിക്കും, സ്വന്തം വീട് മാത്രം എവിടെയാണെന്നൊരു പിടിയുമില്ല. മിശിഹ 2 പേർക്ക് അകത്ത് ചെന്നാൽ മതി, ചെല്ലുമ്പം കണ്ണടച്ചോ പിന്നെ 3-ാം പൊക്കെ കണ്ണ് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് മിശിഹ. അപ്പം ഇതിൻ്റെ പല രൂപമുണ്ട്. ഇതാണ് പറയുക, കുടുംബം ഒരു ബാർ ഹോട്ടൽ, ഒരു മദ്യഷാപ്പ്. ചിലപ്പോൾ നമുക്കറിയാം കുടിച്ച് അങ്ങേയറ്റം ആവുന്നവരെയും കണ്ടിട്ടുണ്ട്. ചാണ്ടിച്ചേട്ടൻ എന്ന് പറയുന്ന ആൾ ഷാപ്പിൽ ചെന്ന് കുടിച്ചു കഴിഞ്ഞപ്പം ചാണ്ടിച്ചേട്ടൻ്റെ ഭൂമിയിലെല്ലാം വെള്ളപ്പൊക്കം പോലെ തോന്നാൻ തുടങ്ങി. അപ്പോൾ 8-9 സഹകുടിയന്മാർ ചാണ്ടിച്ചേട്ടൻ്റെ കയ്യെ പിടിച്ച് സാവധാനം വീട്ടിൽ കൊണ്ടുവന്നു. 1/2 മണിക്കൂർ നടന്ന് ആടി വീടിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ ഒരുത്തൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു.
ഭാര്യ ചോദിച്ചു, ആരാ? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നതാ, അവിടെ എങ്ങാനും ചാണ്ടിയേച്ച് പൊക്കോളാൻ പറഞ്ഞു. കാരണം കുടിക്കുന്ന കെട്ടിയവനെ കൊണ്ടുവരുന്ന കൂട്ടുകാരോടും ഭാര്യയ്ക്ക് അറപ്പാണ്, വെറുപ്പാണ്. അവരവിടെ നിന്നു. 15 മിനിറ്റ് ആയിട്ടും ഭാര്യ വാതിൽ തുറക്കുന്നില്ല. ഇവർ മൊത്തം നിന്ന് ആടുക. ഒരു മനുഷ്യൻ ഒന്നുകൂടെ കോളിംഗ് ബെൽ അടിച്ചു. ഭാര്യ ചോദിച്ചു, ആരാന്നല്ലേ ചോദിച്ചത്? ഞങ്ങൾ ചാണ്ടിയം കൊണ്ട് വന്നാന്ന് പറഞ്ഞില്ലേ, നിർത്തിയിട്ട് പോകാനല്ലേ പറഞ്ഞത്? പോരുത്തന്നെ മറുപടി, പൊന്നു പെങ്ങളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്ന് ഞങ്ങളിൽ ആരാ ചാണ്ടിയെന്നൊന്ന് കാണിച്ചു തരാമോ? ഇതാണ് അവസ്ഥ. ഇപ്പോൾ കുടുംബം ഒരു ബാർ ഹോട്ടൽ, കുടുംബം ഒരു മദ്യഷാപ്പ്, ചില കുടുംബങ്ങൾ ലഹരി വിളമ്പുന്ന കുടുംബമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ എന്ത് സംഭവിക്കും? യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യേശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിൻ്റെ വീടിൻ്റെ വിരുന്നുമേശയിൽ നീ ലഹരി വിളമ്പുമ്പോൾ വിരുന്നിൻ്റെ കർത്താവ് നിൻ്റെ വീടിൻ്റെ പടിവാതിലുകൾ ഇറങ്ങിപ്പോയിരിക്കും. അങ്ങനെയുള്ള കുടുംബത്തിൽ മക്കൾക്ക് അനുഗ്രഹക്കുറവുണ്ടാകും, കുടുംബത്തിൽ കൃപയുടെ ചോർച്ചയുണ്ടാകും. ഇപ്പോൾ കുടുംബം ഒരു ബാർ ഹോട്ടൽ, 2 കുടുംബം ഒരു കശാപ്പ് കട. കുടുംബം ഒരു കശാപ്പ് കട. എങ്ങനെയുള്ള കുടുംബമാണ് കശാപ്പ് കട? അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ കൊത്തി നുറുക്കുന്ന ഗർഭഛിദ്രം നടത്തുന്ന കുടുംബമാണോ ആ കുടുംബം ഒരു കശാപ്പ് കടയാണ്. അതുകൊണ്ടാണ് പറയുക, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭർത്താവും വഴങ്ങുന്ന ഭാര്യയും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും ദൈവത്തിൻ്റെ കോടതിയിൽ കൊലപാതകത്തിന് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയുള്ള കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് ഇതിനെതിരെയുള്ള മനോഹരമായ മലയാള സിനിമയാണ് കാണാക്കൺമണി എന്ന് പറയുന്നൊരു ചിത്രം. ഇപ്പം ഗർഭഛിദ്രത്തിൻ്റെ പാപത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിച്ചു പോയെങ്കിൽ, പൈസയുള്ള ആൾക്കാരുടെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ, ഇടത്തരം കുടുംബത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളെ പഠിപ്പിച്ചും വിവാഹാന്തസ്സിൽ പ്രവേശിപ്പിച്ചും ഇതിനുള്ള ആനുപാതികമായ പ്രായശ്ചിത്തം ചെയ്തിരിക്കണം. പാവപ്പെട്ടവർക്ക് സംഭവിച്ചെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിക്കുക ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട്. ഒരിക്കലും കുടുംബം ഒരു കശാപ്പ് കടയാകാൻ പാടില്ല. ഇപ്പോൾ 1 കുടുംബം ഒരു ബാർ ഹോട്ടൽ, 2 കുടുംബം ഒരു കശാപ്പ് കട, 3 കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറുകളാണ്. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, മേക്കപ്പ് സാധനങ്ങൾ. റബ്ബർ ഷീറ്റിന് 100 രൂപ കഴിഞ്ഞപ്പോൾ കോട്ടയം ജില്ലയിലും വിദേശ പണം വന്നപ്പോൾ പത്തനംതിട്ട തുടങ്ങി മറ്റുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാണാം. ഇഷ്ടം പോലെ ഈ പൈസയൊക്കെ വന്നു കഴിഞ്ഞപ്പം അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ. ഇന്ന് നമുക്ക് മലയാളികൾക്ക് പല പല കോംപ്ലക്സുകളുണ്ട്. 1 ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, 2 സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, 3-ാമത്തെ കോംപ്ലക്സാണ് എല്ലാം വാങ്ങിക്കൂടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇത് നമ്മുടെ വലിയൊരു കോംപ്ലക്സായി മാറിയിട്ടുണ്ട്. ചില പെണ്ണുങ്ങളെ കാണാം, വയസ്സ് 65 കഴിഞ്ഞാലും പല്ല് പറഞ്ഞ കുഴി പൗഡറിട്ട് നികത്തി, ചുണ്ടയിലും കണ്ണിൻ്റെ പുരികത്തേലുമൊക്കെ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയുടെ കൂട്ടി ചായമൊക്കെ പൂശി ഒരു പ്രത്യേക നടപ്പ്. അപ്പോൾ ഇവരുടെ ഓർമ്മ ഇത് തൊലിയുടെ നിറവാണെന്ന് ആൾക്കാർ കരുതുമെന്നാണ്. സാമാന്യ ബോധമുള്ളവർക്കറിയാം അത് ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും കവിളിൻ്റെയും നിറവല്ല, പെരയുടെ ജനൽക്കമ്പിക്ക് തൂത്ത പെയിൻറ്റിൻ്റെ ബാക്കി കിറിയെ പൂശിതാണെന്നറിയാം ഇങ്ങനെ നടക്കുന്ന ബ്യൂട്ടി പാർലറുകൾ. ചില ചേട്ടന്മാരെ കാണാം, ഇവിടെ ഞാനൊന്നും പറയണില്ല, കാരണം വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അല്പമൊക്കെ മേക്കപ്പൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൽ വന്നാൽ കാണാം, വയസ്സ് 75-80 ആയാലും ഒരു മുടി പോലും നരയ്ക്കാത്ത അച്ചായന്മാർ. തലമുടി നോക്കിയാൽ കരിക്കലം കമത്തിയ പോലെ, മുകളിൽ കറുപ്പ്, കീഴേ ചെമ്പിപ്പ്, അടിയിൽ നരപ്പ്. ഈ 3 നിലപ്പന്തലും ചുമന്ന് നടക്കുന്ന ഒരുപാട് ചേട്ടന്മാരെ മലയാളികൾക്കിടയിൽ കാണാം നമ്മുടെ നാട്ടിൽ. ഇവിടെ ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ല സൂചിപ്പിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കാണാം. ഒരു ദിവസം ഒരു മനുഷ്യൻ അയൽവക്കത്തെ ചേട്ടത്തിയെ ഫോണിൽ വിളിച്ചപ്പോൾ അവരുടെ മോനാ ഫോൺ എടുത്തത്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചു, വെർ ഈസ് യുവർ മമ്മി? കൊച്ചിൻ്റെ മറുപടി, മൈ മമ്മി ഈസ് ഡൈയിങ്. അയാൾ ആംബുലൻസും പിടിച്ച് ഓടി വന്ന് മരിക്കാൻ പോകാമെന്ന് ഓർത്തോണ്ട്. ഇതാണ് ലോകമെന്ന് പറയുക. അപ്പോൾ കുടുംബം ഒരു ബ്യൂട്ടി പാർലർ, അലങ്കാര വസ്തുക്കളും ആഡംബര വസ്തുക്കളും മേടിച്ചു കൂട്ടുന്ന ഒരു ബ്യൂട്ടി പാർലറാണോ കുടുംബം? ഇപ്പോൾ 1 കശാപ്പ് കട, 2 മദ്യഷാപ്പ്, 3 ബ്യൂട്ടി പാർലർ, 4 കുടുംബം ഒരു സിനിമാ തിയേറ്റർ. ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകളാണ്. ഒരു റിമോട്ട് കൈ പിടിച്ചിട്ട് തവളയാട്ടം പോലെ ചാടിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ചില പെണ്ണുങ്ങളെ കാണാൻ നാട്ടിൽ വൈകുന്നേരം 4:30 കഴിയുമ്പോൾ കുളിച്ച് തോർത്തി 1-ാം തരം ഡ്രസ്സ് ധരിച്ച് മുടിയൊക്കെ കാച്ചിക്ക പോലെ ഒക്കെ കെട്ടി പൂവൊക്കെ ചൂടി പൊട്ടും കുത്തി, പിന്നെ 5 മണിയാകുമ്പം ചെണ്ടയടികാരൻ തോർത്തിടുന്ന പോലെ നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടവലങ്ങ് വിലങ്ങിയിടും. കാരണം 5:30 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് ഈ നെഞ്ച് കുതിരാനുള്ളതാണ്. ഏഷ്യാനെറ്റ് കണ്ണീര്, സൂര്യ കണ്ണീര്, കൈരളി കണ്ണീര്, ഒരുപാട് കണ്ണുനീര്. ഒരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുമ്പം ടർക്കി ടവൽ കൊടുത്ത് സോപ്പും തേച്ച് വടക്കൻ വീരഗാഥയിലെ പോലെയാണ് വന്ന് ഇങ്ങനെ ഈ സീരിയൽ കാണും. ഞാൻ എന്നാ എൻ്റെ പരസ്യം വരുമ്പം വെള്ളം ഒഴിക്കാൻ പോയാൽ മതിയല്ലോ, അതിന് ഒരുങ്ങി വരുന്നതാണ്. അപ്പോൾ ചില കുടുംബങ്ങൾ ഒരു സിനിമാ തിയേറ്ററുകളാണ്.
ഇപ്പോൾ 1 മദ്യഷാപ്പ്, 2 കശാപ്പ് കട, 3 ബ്യൂട്ടി പാർലർ, 4 സിനിമാ തിയേറ്റർ, 5 നമ്മുടെ കുടുംബം, 5 ഒരു സിമിത്തേരി. ചില കുടുംബങ്ങൾ സിമിത്തേരിയ. എന്താ സിമിത്തേരി? വർത്തമാനം പറയാത്ത ഭാര്യ ഭർത്താക്കന്മാർ. ഇന്ന് ഈ കുടുംബധ്യാനത്തിൽ പങ്കെടുക്കാൻ ചിലർ വന്നിരിക്കുന്നത് സിമിത്തേരിയിൽ നിന്നാണ്. ഇന്ന് ഉറങ്ങാൻ പോകുന്നത് മോർച്ചറിയിലേക്കാണ്, കിടക്കുന്നത് ശവപ്പെട്ടിയിലാണ്. കാരണം എന്താണ് സിമിത്തേരി? വർത്തമാനം പറയാത്ത സ്ഥലമാണ് സിമിത്തേരി. ചില കുടുംബത്തിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിൽ സംസാരിക്കാൻ വിഷയമേ ഇല്ല. ചില കുടുംബങ്ങളുടെ പ്രത്യേകത അതല്ലേ. ഒരുമിച്ച് കൂട്ടുകാരെ കാണുമ്പോൾ ആണുങ്ങൾക്ക് എന്തെല്ലാം വിഷയങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ കൂട്ടുകാരികളെ കാണുമ്പോൾ എന്തെല്ലാം വിഷയമാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും മിസ്റ്റർ സക്കറിയയുടെ കൂട്ടാണ്, നിത്യം മൗനം കുത്തിയിരിപ്പ്, ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. പിന്നെ ചില കുടുംബത്തിൽ ആകെയുള്ള സംസാര വിഷയം കാലാവസ്ഥയാണ്. ചൂട് മാറി, തണുപ്പ് ആരംഭിച്ചു, താമസിക്കാതെ മഴ പെയ്യുമായിരിക്കും. ഒരു മഴക്കാർ ഇങ്ങനെ പോന്നു, അവിടെ പോയി പെയ്യുമായിരിക്കും. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ പല ഭാര്യാഭർത്താക്കന്മാരും വിഷയദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ധ്യാനത്തിൽ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് കട്ടിലേലിരുന്ന് മുട്ടി ഒരുമി കൊച്ചു വർത്താനം പറഞ്ഞിട്ട് കിടക്കാൻ പോകണം. അത് കഴിഞ്ഞൊരു സ്ത്രീ വന്ന് പറഞ്ഞു, അച്ഛാ കല്യാണം കഴിഞ്ഞ് 18 വർഷം, എൻ്റെ അച്ഛാ 15 മിനിറ്റൊന്നും വേണ്ട, എൻ്റെ കെട്ടിയവനോട് 5 മിനിറ്റൊന്നും മിണ്ടിയാൽ മതിയായിരുന്നു. ഈ മനുഷ്യൻ സന്ധ്യയാകുമ്പോൾ എന്നോട് 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. 3 അടിയുടെ കാര്യം. ഞാൻ അതെന്നാ പെങ്ങളെന്ന് ചോദിച്ചു. അച്ഛാ സന്ധ്യയാകുമ്പോൾ പറയും, 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരമില്ല. അപ്പം ഈ സംസാരമില്ലാത്ത കുടുംബം ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വർത്തമാനം പറയാതിരിക്കുന്നതല്ലേ. ഒരു വീട്ടിലെ 75 വയസ്സുള്ള അപ്പൻ, 73 വയസ്സുള്ള അമ്മ. അപ്പന് മൂക്കിൻ്റെ അറ്റത്ത് അരിശമാണ്, പക്ഷേ പെട്ടെന്ന് ശാന്തമാകും. തള്ള അങ്ങനെ അരിശപ്പെടുകയില്ല. ഒരിക്കൽ പിണങ്ങിയോ പിന്നെ 10 മാസം കഴിഞ്ഞേ വാ തുറക്കത്തുള്ളൂ, അത്രയ്ക്കും വാശിക്കാരിയാണ്. ഒരു ദിവസം 1 പറഞ്ഞു, 2 പറഞ്ഞു, എങ്ങനെയോ ബഹളം മൂതു. ഈ സ്ത്രീ അങ്ങ് പിണങ്ങി. സന്ധ്യയായിട്ട് മിണ്ടുന്നില്ല. ഭർത്താവ് കിള്ളി നോക്കി, നുള്ളി നോക്കി, മാന്തി നോക്കി, ഒരനക്കവും ഇല്ല. 2-ാം ദിവസവും മിണ്ടുന്നില്ല. 3-ാം ദിവസമായിട്ടും വർത്തമാനം പറയുന്നില്ല. പിയാഗ്രി വലിയ മനപ്രയാസം. ഇയാൾ തപ്പാൻ തുടങ്ങി. അലമാരി, തലേന് കീഴെ, മെത്ത കീഴെ, അവിടെ ഇവിടെയൊക്കെ തപ്പി നടക്കുക. അപ്പോൾ അവസാനം ഭാര്യ ചോദിച്ചു, എന്നതാ കളവാ നിങ്ങളുടെ കാണാതെ പോയെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഡേഡി സമാധാനമായി, കിട്ടിപ്പോയി. 3 ദിവസമായിട്ട് നിൻ്റെ സ്വരം എവിടെ പോയെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക, ഇപ്പോഴാടി കിട്ടിയത്. അപ്പോൾ പറഞ്ഞാൽ തീരാത്ത പ്രശ്നമില്ല. അപ്പോൾ ഈ കുടുംബം ഒരു സിമിത്തേരിയാണോ എന്നുള്ളതാണ്. ഒരു കാര്യം ഓർത്തോണം, ആണുങ്ങൾ ഭാര്യമാരോട് എത്ര അരിശപ്പെട്ടാലും മിണ്ടാതിരുന്നേക്കരുത്. കാരണം മിണ്ടാതിരുന്നാൽ നഷ്ടം ആണുങ്ങൾക്കാണ്, അത് പെണ്ണുങ്ങൾക്കല്ല. കോട്ടയത്തെ ഒരു ഭർത്താവ് ഭാര്യയോട് 3 ആഴ്ച പിണങ്ങിയിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവന് രാവിലത്തെ 6:30 തീവണ്ടിക്ക് കണ്ണൂരിലേക്ക് പോകണം. 6:30 പോകണമെങ്കിൽ അവൻ 5:30 എഴുന്നേക്കണം. അവൻ്റെ ജീവിതത്തിൽ 5:30 മണി എന്ന മണി ഇന്ന് വരെ കണ്ടിട്ടേ ഇല്ല. ഭാര്യ വിളിക്കാതെ എഴുന്നേക്കാനും പറ്റുകയില്ല. പക്ഷേ എങ്ങനെ കയറി മിണ്ടും? ഇവന് വെള്ളക്കടലാസിൽ ഒരു കത്തെഴുതി കൊടുത്തു, പ്രിയതമേ, നാഴി ഉരി, സ്പൂണേ പോർക്ക്, കപ്പ് സോസർ, തട്ടും മുട്ടും ഉരുമും. ഇതുപോലെ ദാമ്പത്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരസും ഉരുമും ബഹളം ഉണ്ടാകും. കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കുന്നതിലാണ് വിജയം. എനിക്ക് നിന്നോട് കയറി മിണ്ടണമെന്നുണ്ട്, പെട്ടെന്ന് മിണ്ടാൻ എനിക്ക് വല്ലാത്തൊരു മനപ്രയാസം തോന്നുന്നു. ഞാൻ മലബാറിൽ പോയിട്ട് വരുമ്പം കോഴിക്കോടൻ അലുവായി മേടിച്ചുകൊണ്ട് വരാം, നമുക്ക് അന്ന് ഇണങ്ങി തുടങ്ങാം. നിൻ്റെ സ്വന്തം ചേട്ടൻ ഒപ്പ്. എന്നിട്ട് കീഴെ എഴുതി NB. നാളെ രാവിലെ 5:30 ആകുമ്പം ദയവ് ചെയ്ത് നീ എല്ലാ പിണക്കവും മറന്ന് എന്നെ ഒന്ന് വിളിച്ചേക്കണം, നിൻ്റെ സ്വന്തം ചേട്ടൻ. ഇയാൾ കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ 9 മണിക്ക് കയ്യേലും കാലിലും സൂര്യപ്രകാശം അടിച്ചപ്പോഴാണ് ഇയാൾ എഴുന്നേൽക്കുന്നത്. ഇയാൾ തന്നാലും ഈ മുതുപിശാച് എന്നെ വിളിച്ചില്ലല്ലോ, ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയല്ലോ. എഴുന്നേൽക്കുമ്പം തലയ്ക്കൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി തണുത്തിരിക്കുന്നു, അതിന് കീഴെ ഒരു കടലാസ്. ഇയാളുടെ അടുത്ത് നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, ചേട്ടാ എഴുന്നേക്ക് ചേട്ടാ, 5:30 ആയില്ലേ, പോകണ്ടേ ചേട്ടാ. അപ്പം ആർക്കാ നഷ്ടക്കച്ചവടം എന്ന്? അപ്പം മിണ്ടാതിരുന്നാൽ ആണുങ്ങൾക്കാണ് നഷ്ടക്കച്ചവടം. അപ്പോൾ കുടുംബം, നമ്മുടെ വീട് ചിലപ്പോഴെങ്കിലും ഒരു സിമിത്തേരിയായിട്ട് മാറുന്നു. മൗനത്തിൻ്റെ സിമിത്തേരി. ഇപ്പോൾ 1 ഒരു ബാർ ഹോട്ടൽ, 2 ഒരു കശാപ്പ് കട, 3 ഒരു ബ്യൂട്ടി പാർലർ, 4 ഒരു സിനിമാ തിയേറ്റർ, 5 കുടുംബം നമ്മൾ കണ്ടെത്തുന്നു. കുടുംബം ജീവിതത്തിൽ ഒരു സിമിത്തേരി. 6 കുടുംബം ഒരു നരകം. ചില കുടുംബങ്ങൾ നരകമായിട്ട് മാറാം. എങ്ങനെയുള്ള കുടുംബമാണ് നരകം? ഭർത്താവും ഭാര്യയും കൂടെ പിണങ്ങിയിരിക്കുന്ന കുടുംബം നരകം, സ്നേഹിക്കുന്ന കുടുംബം സ്വർഗം. ചില കുടുംബത്തിൽ എന്തോ ഒരു അരിശവും ബഹളമൊക്കെയാണ്. ഭർത്താവും ഭാര്യ എന്നും വഴക്കാണെങ്കിൽ, പരസ്പരധാരണയില്ലെങ്കിൽ അതല്ലേ നരകമെന്ന് പറയുക. പരസ്പരധാരണയും സ്നേഹവും ഉണ്ടെങ്കിൽ അതിനെയല്ലേ നമ്മൾ സ്വർഗമെന്ന് വിളിക്കുക. ഒരു ഭർത്താവ് സ്കൂൾ അധ്യാപകൻ ദിവസവും ഭാര്യയെ
5 തെറി വിളിക്കാതെ ഇയാൾ സ്കൂളിൽ പോവുകയില്ല. ഇവളാണെങ്കിൽ ഒരു 3 എണ്ണം കേൾക്കാതെ അടുപ്പി തീ കത്തിക്കുകയില്ല. ഒരു ദിവസം 5-6 തെറി ഉറക്ക വിളിച്ചിട്ട് രാവിലെ 9:30 ഇയാൾ സ്കൂളിലോട്ട് പോയി. ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞ് ഈ ഭാര്യ അടുപ്പി തീ കത്തിക്കാനും തുടങ്ങി. സാധാരണ വൈകുന്നേരം 4:30 ഭർത്താവ് വരിക. അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോഴേ വന്നു. ഭാര്യ ചോദിച്ചു, താൻ എന്നാടോ അവധിയെടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിയിരിക്കുകയാണ്? ഉടനെ കെട്ടിയപ്പോൾ അല്ലടി, ഞാനും ഹെഡ് മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു തട്ടിക്കയറി കൊമ്പ് കോർത്ത് ബഹളം മൂതു. അരിശം എന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, താൻ വല്ല നരകത്തിലോട്ടും പോടൂ. ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നടി, വേറെ എങ്ങോട്ട് പോകാനായിട്ടാ? വഴക്കും ബഹളമുള്ള കുടുംബമാണ് നരകം. നരകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? കാലൻ, പിശാച്, ശവങ്ങൾ, ഇതെല്ലാമാണ് കഥാപാത്രങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും കണ്ണിച്ചോരയില്ലാത്ത കാലൻ, ഭർത്താവ് ഭാര്യയെ വിളിക്കും വൃത്തിയില്ലാത്ത മുതുപിശാച്, മക്കളെ നോക്കി പറയും പഠിക്കാൻ കഴിവില്ലാത്ത ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, 2ാമത്തെ ശവം 6ാം ക്ലാസ്സിൽ, 3ാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ വീട്ടിലെ മക്കളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയെ? സിറ്റിക്ക് പോയിരിക്കുന്നു, കുറേ കഴിവിഞ്ഞ് വരും. പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയെ? കരി ഒലത്തിക്കൊണ്ടിരിക്കുന്നു, ചോറ് വാർത്തുകൊണ്ടിരിക്കുന്നു, തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് കുടുംബം. ഈ സംസാരവും പദപ്രയോഗവും അരിശവും വഴക്കും കൊണ്ടോ കുടുംബം ഒരു നരകം. 7, കുടുംബം ഒരു ഗുസ്തിക്കളം. കുടുംബം ഒരു ഗുസ്തിക്കളം. എങ്ങനെയാണ് ഗുസ്തിക്കളം? പറഞ്ഞ് ഭർത്താവിനെ തോപ്പിക്കുക, പറഞ്ഞ് ഭാര്യയെ തോപ്പിക്കുക. വാക്ക് ഫൈറ്റിൻ്റെ ഗുസ്തിക്കളം പറഞ്ഞു തോപ്പിക്കുക. ചിലയിടത്ത് ശാരീരിക യുദ്ധമാണ്. ഞാൻ 2 മാസം മുമ്പ് ബാംഗ്ലൂർ സിറ്റിയിൽ ധ്യാനിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു രാത്രി ഒരു വീട്ടിൽ ഉണ്ണാൻ ചെന്നപ്പോൾ ഭർത്താവും ഭാര്യയും ഇടത്തും വലത്തും വരുന്നു. ഇവൻ ബെർമുഡായും ടീഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. ഊണ് കഴിഞ്ഞ് പാത്രം കഴിയുമ്പോൾ ഇവൻ ടീഷർട്ട് അങ്ങ് പൊക്കി. ഞാൻ പുറത്തോട്ട് നോക്കുമ്പോഴുണ്ട് 100 മീറ്റർ ഓട്ടത്തിന് കുമ്മായം കൊണ്ട് വരയിട്ടതുപോലെ ഇവൻ്റെ തൊലി പോയിട്ട് വെളുത്ത 3 വര ഇങ്ങനെ. ഇവൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യയോട് പറയണം, ജെസ്സിയോട്, അരിശം വരുമ്പോൾ ഇതുപോലെ മാന്തി പറിക്കരുതെന്ന് അച്ഛനൊന്ന് പറഞ്ഞേക്കണം. ഞാൻ ഇവിടെ നഖം നോക്കുമ്പോഴുണ്ട് ട്രാക്കുളയുടെ മൂത്ത പുത്രിയുടെ വിരൽ പോലെ ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിരിക്കുക. അരിശം വന്നോ മാന്തി പറിക്കുക. കുടുംബം ഒരു ഗുസ്തിക്കളം, ശാരീരിക യുദ്ധം, വാക്ക് ഫൈറ്റ്. 8, കുടുംബം ഒരു ചന്ത. ചില കുടുംബങ്ങൾ ചന്തകളാണ്. എങ്ങനെയുള്ള കുടുംബമാണ് ചന്ത? ചന്തയിലെ വർത്തമാനം. ഭാര്യയെ ചെറിയ തെറി ഡോസ് കുറച്ച് വിളിച്ച് തെറി വിളിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ തെറി വിളിക്കുന്ന ഭാര്യ, മക്കളെ ആണെങ്കിലും ചെറിയ ചീത്ത വിളിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അപ്പനമ്മമാർ. അതാണ് കുടുംബം ഒരു ചന്തയെന്ന് പറയുക. അപ്പൻ്റെയും അമ്മയുടെയും വാക്കും പ്രവൃത്തിയും മക്കൾ കണ്ടുപിടിക്കുക. ഒരു മനുഷ്യൻ എപ്പോഴും വീട്ടിൽ പറയുന്ന വാക്ക് അപ്പൻ, കോപ്പ്, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, മറ്റോൻ, മറിച്ചോൻ, കോന്തൻ, കൊശവൻ. ഇതാണ് അപ്പൻ്റെ വാക്ക്. ഇത് 7 വയസ്സുള്ള ഈ അപ്പൻ്റെ മോൻ കേട്ട് പഠിച്ചു. അവൻ ഗുണനപ്പട്ടിക പോലെ പറഞ്ഞു പഠിക്കാൻ തുടങ്ങി. കോപ്പ, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, മറ്റോൻ, മറിച്ചോൻ, കോന്തൻ, കൊശവൻ. ഇവനിങ്ങനെ പറഞ്ഞു പഠിച്ചു. ഇപ്പോൾ ഇടവപ്പള്ളി പെരുന്നാൾ വന്നപ്പം അപ്പന് 75 രൂപ കൊടുത്ത് ഒരു പ്ലാസ്റ്റിക് തീവണ്ടി ഈ മോന് മേടിച്ചു കൊടുത്തു. അവൻ ആ തീവണ്ടി നേരെ നിർത്തി ചൂളം പിടിക്കുന്ന സ്വരം കേൾപ്പിച്ചു, വണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരി മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. 1ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 5 കിഴങ്ങന്മാരും 2ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 3 ഓക്കന്മാരും കയറിയിട്ടുണ്ട്. ഇതാ നമ്മുടെ വണ്ടി പോകുന്നു. ഇവൻ ഊതി സ്വരം കേൾപ്പിച്ച് അപ്പൻ അരിശം കൊണ്ട് ചൊറിഞ്ഞ് കയറുക. അവൻ പറഞ്ഞു, ഇതാ നമ്മുടെ വണ്ടി ചങ്ങനാശ്ശേരിയിലെത്തിയപ്പം 3 ഓക്കന്മാരിറങ്ങിയപ്പം 4 പൊട്ടന്മാർ പിന്നെയും കയറി. ഇതാ വണ്ടി കൊല്ലത്തേക്ക് പോകുന്നു. അരിശം വന്ന് അപ്പൻ തീവണ്ടി എടുത്ത് ഒറ്റ ഏർ. അത് 3 കഷ്ണമായിട്ട് പൊട്ടിപ്പോയി. ഇവൻ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞവൻ്റെ സ്വരം അടച്ചപ്പം അപ്പന് സങ്കടം തോന്നി. അപ്പൻ ചോദിച്ചു, എന്നാത്തിനാടാ കുത്തിയിരുന്ന് മൂങ്ങുന്നത്? അപ്പൻ എൻ്റെ വണ്ടി എറിഞ്ഞ് പൊട്ടിച്ചില്ലേ, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, അഴുക്ക് വർത്താനം പറഞ്ഞിട്ടാ, മേലിൽ പറയാതിരിക്കാമെങ്കിൽ പരിഹാരമുണ്ട്. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, മേലിൽ ചീത്ത വാക്കൊന്നും പറയത്തില്ല, പുതിയ ഒരെണ്ണം മേടിച്ച് തരാമോ? അപ്പം പറഞ്ഞു, പുത്തൻ മേടിച്ച് തരാൻ കാശില്ല, പഴയത് പെറുക്കി കൊളുത്തി തരാമെന്ന് പറയും. അപ്പം കുത്തിയിരുന്ന് പെറുക്കി എല്ലാ കമ്പാർട്ട്മെൻറ്റും കൊളുത്തി തീവണ്ടിയാക്കി കൊടുത്തു. പറഞ്ഞു, മോനെ, മേലിൽ ചീത്ത വാക്ക് പറഞ്ഞേക്കല്ലേ. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, പറയത്തില്ല. അപ്പം നോക്കി നിന്നു. അവൻ ചൂളം വിളിച്ചു, വണ്ടി പോകുന്ന സ്വരം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റോൻ്റെ മോൻ കാരണം ട്രെയിൻ 1/2 മണിക്കൂർ ലേറ്റായി പോയി എന്നുള്ള കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണോ അപ്പൻ അമ്മ, അങ്ങനെ ആയിരിക്കും മക്കളെന്നാണ് പറയുക. ഇപ്പോൾ കുടുംബം ഒരു ചന്ത. ഇപ്പോൾ കുടുംബം ഒരു ചന്തയാണോ എന്നുള്ളതാണ് 8. അപ്പോൾ ഇത് 8ഉം തെറ്റായ കുടുംബങ്ങൾ. ഇനി 9ഉം 10ഉമാണ് ശരിയായ കുടുംബങ്ങൾ. ഏതാണ് 9ാമത്തെ കുടുംബം? 9, കുടുംബം ഒരു വിദ്യാലയം. നമ്മൾ ഇന്ന് ഈ കുടുംബ സംഗമമൊക്കെ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവിക പ്ലാനാണ് കുടുംബം എന്ന് പറയുമ്പോൾ ഈ 9ഉം 10ഉം മോഡലായിട്ട് മാറണം. 9, കുടുംബം ഒരു വിദ്യാലയം.
വിദ്യാലയത്തിലെ ഗുരുഭൂതരാര മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ ജീവിതം കണ്ട് മക്കൾ പാഠം പഠിക്കണം. ദിവസവും മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ചുള്ളപ്പം അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാണുമ്പം മക്കളും അതുപോലെ പ്രാർത്ഥിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിൽ കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് ചെല്ലുന്ന അപ്പനും അമ്മയും കണ്ടോ മക്കൾ അങ്ങനെ പങ്കെടുക്കും, കുർബാനയിൽ പങ്കെടുക്കും. വേദപുസ്തകം മുടങ്ങാതെ വായിക്കുന്ന മാതാപിതാക്കളെ കണ്ടോ മക്കൾ അങ്ങനെ വേദപുസ്തകം വായിച്ചു തുടങ്ങും. ജീവിത മാതൃക, ജീവിതത്തെ മാതൃകയാക്കി മാറ്റുമ്പോൾ കുടുംബം വിദ്യാലയം. ആ വീടിനെ നോക്കി ആൾക്കാർ പറയും, നോക്കൂ ആ അപ്പനെ അമ്മയെ നോക്കി പഠിക്ക്, ആ മക്കളെ നോക്കി പഠിക്ക്, ആ വീട്ടുകാരെ നോക്കി പഠിക്ക്. അങ്ങനെ മറ്റുള്ളവർ നോക്കി പഠിക്കുന്ന വീടായിട്ട് നമ്മുടെ വീടിനെ മാറ്റുമ്പോൾ ആ വീടിനെ വിളിക്കുന്ന വാക്കാണ് കുടുംബം ഒരു വിദ്യാലയം. 10 ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബം ഒരു ദേവാലയം. എന്താണ് കുടുംബം ഒരു ദേവാലയം? കുടുംബം ഒരു ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം 7 തൂണുകളിൽ പണിയണം. നമുക്ക് പെട്ടെന്ന് ഓടിച്ച് കാണാം. കുടുംബം ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ 7 തൂണുകളിൽ കുടുംബം പണിയപ്പെടണം. ഓരോ തൂണും ആരംഭിക്കുന്നത് സ എന്ന വാക്കിലാണ്. സ എന്ന വാക്കിൽ തുടങ്ങുന്ന 7 തൂണുകൾ. ആ തൂണുകളിൽ നിങ്ങളുടെ വീട് പണിതാൽ, നമ്മുടെ ഭവനം പണിതാൽ ആ വീട് ഈ ഭൂമിയിൽ ഒരു സ്വർഗമായിട്ട് മാറും. 1. കുടുംബത്തെ സ്വർഗമാക്കുന്ന ഒന്നാമത്തെ തൂണിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. ഉൽപ്പത്തി പുസ്തകം 2:25. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. എന്താ അർത്ഥം? ഉൽപ്പത്തി പുസ്തകത്തിൽ നഗ്നത എന്ന വാക്കിൻ്റെ അർത്ഥം തുണിയില്ലാത്ത അവസ്ഥയെന്നല്ല, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒളിക്കാൻ മനുഷ്യർക്കൊന്നുമില്ല, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നുമില്ല, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നുമില്ല. ഇതാണ് പരിപൂർണ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം നമ്മൾ കണ്ടിട്ടുണ്ട് കുടുംബത്തിലും. ചില കൊച്ചു പിള്ളേർക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യമാണ്. 1ാം ക്ലാസ് വിട്ടു വരുന്ന കുട്ടി അമ്മയുടെ തലവട്ടം കാണുമ്പം ട്രൗസർ ഒരു തോളിലിട്ട് കൂവിക്കൊണ്ട് ഓടുന്ന കാണാം. അമ്മയുടെ മുമ്പിലുള്ള കൊച്ചിൻ്റെ സ്വാതന്ത്ര്യം. ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പം 3 വയസ്സുകാരൻ പൊന്നരങ്ങാണം മാത്രം വിട്ട് നൂൽ ബന്ധമില്ലാതെ അച്ഛൻ്റെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർച്ച് ചെയ്യുന്നു. തള്ള പറഞ്ഞ്, ചേർക്ക നിനക്ക് നാണമില്ലേ? ഒരച്ഛൻ വന്ന കണ്ടില്ലേ? അകത്ത് പോയി എന്നതിൽ ഇട്ടുകൊണ്ട് വാടാ. അവൻ പോയി ആഘോഷമായിട്ട് കാലേ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്നു. ഇത് മതി. ഇതാണ് പരിപൂർണമായ സ്വാതന്ത്ര്യം. ഒളിക്കാനൊന്നുമില്ല, മറയ്ക്കാനൊന്നുമില്ല. ഉൽപ്പത്തി 2:25. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജ തോന്നിയിരുന്നില്ല. ചില കള്ളുകുടിയന്മാർക്കുണ്ട് ഈ സ്വാതന്ത്ര്യം. ചില കുടിയന്മാരെ കാണാം തുണി ഒരിക്കലും അരയിലില്ല, എപ്പോഴും തോളയിലാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഈസ്റ്ററിന് പാലാ KSRTC ബസ് സ്റ്റാൻഡിന് മുമ്പിൽ 2 കുടിയന്മാർ. ഒരു മനുഷ്യൻ നൂൽ ബന്ധമില്ലാതെ ജനിച്ച പാടെ കരിങ്കൽ പ്രതിമ പോലെ വഴി സൈഡിൽ നിൽക്കുന്നു. വേറൊരിടത്തിന് ഒരു തുണി കഷ്ടപ്പെട്ട് ഉടുത്തിട്ടുണ്ടെന്ന് പറയാം, അങ്ങനെ ഉടുത്ത് നിൽക്കുക. അച്ഛൻ മോട്ടോർ സൈക്കിളിൽ അതിലേ പോയി. തുണിയില്ലാത്ത കുടിയൻ ഒരു വികാരം, അവൻ അതുപോലെ നിൽക്കുക. അപ്പം മറ്റേ കുടിയൻ പറയടാ, നമ്മളൊക്കെ സഭയുടെ മക്കളാ, പോയത് വൈദികനാ, അല്പം ബഹുമാനവും നാണമൊക്കെ വേണം. എടാ പൂസായെന്നും കണ്ട് നിൻ്റെ നാണം മൊത്തം പോയാലും എനിക്കത് പോയിട്ടില്ലടാ, എനിക്കുണ്ട് നാണമെന്നും പറഞ്ഞ് ഇവൻ്റേത് പറിച്ച് അവനെ ഉടിപ്പിക്കുന്ന കുടിയൻ. ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. ഇപ്പോൾ ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ലാത്ത ഒരു ജീവിതശൈലി, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്കൊന്നും ഉണ്ടായിരിക്കരുത്, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിനൊന്നും ഉണ്ടായിരിക്കരുത്. പരിപൂർണമായ സ്വാതന്ത്ര്യം. ഒരു സ്ത്രീ വേറൊരു പുരുഷനോട് സംസാരിക്കുന്നത് ഭർത്താവ് കണ്ടുകൊണ്ട് വരുമ്പോൾ ഭാര്യയ്ക്ക് ടെൻഷനായാൽ അർത്ഥം അവൾക്ക് സ്വാതന്ത്ര്യമില്ല. അതുപോലെ ഭർത്താവ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് ഭാര്യ കണ്ടുവരുമ്പം ഭർത്താവിന് പിരിമുറുക്കം ഉണ്ടായാൽ സ്വാതന്ത്ര്യമില്ല. ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ അച്ഛൻ എൻ്റെ ഭാര്യയോട് ഈ കാര്യമൊന്ന് പറയാവോ? ചില പെണ്ണുങ്ങൾ പറയും, അച്ഛൻ എൻ്റെ കെട്ടിയവനോട് പറയാവോ? എനിക്ക് പറയാൻ പേടിയാ, എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയത്തില്ല. എന്തുവേതും പറയാനുള്ള സ്വാതന്ത്ര്യം. ഒരു ഇളയ പെങ്ങൾക്ക് മൂത്ത ആങ്ങളയോടുള്ള സ്വാതന്ത്ര്യം കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകണം, ഭർത്താവിനോട്. ഒരു മൂത്ത ആങ്ങളയ്ക്ക് ഇളയ പെങ്ങളോടുള്ള സ്വാതന്ത്ര്യം ഒരു ഭർത്താവിന് ഭാര്യയോടുണ്ടാകണം. സ്വാതന്ത്ര്യം. 2. സുരക്ഷിതത്വം. കുടുംബത്തെ സ്വർഗമാക്കുന്ന 2ാമത്തെ തൂണ് സുരക്ഷിതത്വം. നാടിൽ സ്വന്തമായിട്ട് അല്പം സ്ഥലം, നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട്, വൈകാരിക സുരക്ഷിതത്വം, മക്കൾക്ക് സംരക്ഷണം, ഇതെല്ലാം കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സുരക്ഷിതത്വമാണ്. പൈസ നോക്കിയും കണ്ടും ചിലവഴിക്കുന്നു, അനാവശ്യ കമൻറ്റുകളോ വാക്കുകളോ പറയുന്നില്ല, പ്രാർത്ഥിച്ച് കൂടെ നിഴലുപോലെ നിൽക്കുന്ന ഭാര്യ, വീട്ടിലും പരിസരങ്ങളിലൊക്കെ വൃത്തി, അങ്ങനെയുള്ള ഭാര്യ കൊടുക്കുന്നത് സുരക്ഷിതത്വ ബോധമാണ്. ഈ സുരക്ഷിതത്വം കൊടുത്തില്ലേ കുടുംബം നരകമാകും, സുരക്ഷിതത്വം കൊടുത്തോ കുടുംബം സ്വർഗം. ഇപ്പോൾ 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം. കുടുംബത്തെ സ്വർഗമാക്കുന്ന 3ാമത്തെ തൂണിൻ്റെ പേരാണ് കുടുംബത്തിൽ സാമീപ്യം വേണം. സാമീപ്യം. ഇന്ന് ഓർക്കുക,
ഭർത്താവും ഭാര്യയും ഒരുമിച്ചുള്ളപ്പോഴൊക്കെ അടുത്തിരുന്ന് കുറേ സമയം വർത്തമാനം പറയണം. ഇന്ന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയേക്കാം, നാട്ടിൽ സ്ഥലം മേടിച്ചേക്കാം, പക്ഷേ സാമീപ്യം ഉണ്ടോ എന്നുള്ളതാണ്. 100 കൂട്ടം കാര്യങ്ങൾ ഓടി നടക്കും. ഭാര്യയുടെ കൂടെ ഇരുന്ന് കുറേ സമയം വർത്തമാനം പറഞ്ഞ് ഭാര്യയെ കേൾക്കുന്ന ഭർത്താവാകണം. ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭർത്താവിനെ കേൾക്കുന്ന ഭാര്യയാകണം. മക്കൾക്ക് സമയം കൊടുക്കുന്ന മാതാപിതാക്കളാകണം. യന്ത്രം പോലെ പ്രവർത്തിച്ചോടി നടക്കുമ്പം എല്ലാം നല്ല കാര്യവും ചെയ്യും, പക്ഷേ വീട്ടിൽ പരാജയപ്പെട്ട അപ്പനാകാം, പരാജയപ്പെട്ട അമ്മയാകാം, പരാജയപ്പെട്ട ഭർത്താവാകാം, ഭാര്യയാകാം. ലോകത്തെ മുഴുവൻ നന്നാക്കി, പക്ഷേ ജീവിത പങ്കാളിയോട് ഇരിക്കാൻ സമയമില്ല, ഇരുന്ന് മിണ്ടാൻ പറ്റുന്നില്ല. അത് ഏറ്റവും വലിയ വിപത്താണ്. ഈ സാമീപ്യം ഉണ്ടോ? അടുത്തടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞാൽ തന്നെ അതൊരു സ്വർഗീയ അനുഭവമാണ്. അങ്ങനെയുള്ള ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കും, ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കും. ചില കുടുംബത്തെങ്കിലും ഭാര്യയെ കേൾക്കാൻ മനസ്സില്ലാത്ത ഭർത്താവ്, ഭർത്താവിനെ കേൾക്കാൻ മനസ്സില്ലാത്ത ഭാര്യ, അങ്ങനെ വന്ന കുടുംബം നരകമാണ്. ഈ മനസ്സ് കൊടുത്തൊന്ന് ഇരിക്കുക, സാമീപ്യം. അതുകൊണ്ടാണല്ലോ എന്നും കാണുന്നവരോട് നമുക്ക് സ്നേഹം തോന്നും അടുത്തിരിക്കുമ്പം. അപ്പം 3-ാമത്തെ തൂണ് സാമീപ്യം. 4 സംതൃപ്തി. കുടുംബത്തിൽ സംതൃപ്തി വേണം. എന്താ സംതൃപ്തി? തൃപ്തിയുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം ഒരു കൃപ ആ മുഖത്തുണ്ട്. കൃപ. പ്രായമുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും കണ്ടിട്ടുണ്ട്, വയസ്സ് 80, 78, എന്നാലും മുഖത്ത് ചിരിക്കുന്ന കണ്ട ട്യൂബ്ലൈറ്റ് തെളിയുന്ന പോലെ എന്തൊരു മുഖപ്രകാശമാണ്. അത് സംതൃപ്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ സംതൃപ്തി ഉണ്ടാകണോ? ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസം ഉണ്ടായ കൊച്ചു കൊച്ചു കാര്യം പോലും പറഞ്ഞു തീർക്കണം. ഒരിക്കലും ഒരു സംശയം വെച്ചുകൊണ്ട് ഉറങ്ങരുത്, ഒരിക്കലും വെറുപ്പ് വെച്ചുകൊണ്ട് ഉറങ്ങരുത്. ഓരോ ദിവസവും പറഞ്ഞു തീർക്കുക, ഉറങ്ങാൻ പോവുക. 5-ാമത് പറയുന്നു സമർപ്പണം. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ 3 സമർപ്പണം വേണം, വളരെ പ്രധാനപ്പെട്ടത്. 1 സാമ്പത്തിക സമർപ്പണം. എന്താ സാമ്പത്തിക സമർപ്പണം? ഭർത്താവും ഭാര്യയും കൂടെ ഇടയിൽ ഒരിക്കലും ഒളിക്കുന്ന കാശിടപാട് ഒരിക്കലും ഉണ്ടാകരുത്. ഭർത്താവിനെ ഒളിക്കുന്ന സ്വകാര്യ നിക്ഷേപം ഒരു ഭാര്യയ്ക്കരുത്. ഭാര്യയെ ഒളിക്കുന്ന കാശിടപാട് ഒരു ഭർത്താവ് നടത്തരുത്. കുടുംബം സ്വർഗമാകണമെങ്കിൽ ഭർത്താവ് എല്ലാ കാര്യത്തിനും ശരിക്കും ശ്രദ്ധിക്കുന്ന ഭർത്താവാണോ അവനെ ഒളിക്കുന്ന 10 രൂപയുടെ ഇടപാട് പോലും നടത്തരുത്. അതേസമയത്ത് മുഴുവൻ പിഴിഞ്ഞെടുക്കുകയും ഭാര്യയ്ക്കൊരു ശ്രദ്ധയില്ലേ, അവൾക്ക് അവളുടേതായ വഴികൾ, അത് നീതീകരിക്കപ്പെട്ടതാണ്. വീട് നോക്കുന്ന ഭർത്താവ്, സംരക്ഷിക്കുന്ന ഭർത്താവിനെ ഭാര്യ ഒളിക്കലും സാമ്പത്തിക കാര്യത്തിൽ ഒളിക്കരുത്. അതുപോലെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി ഭാര്യയെ ഭർത്താവ് അറിയിച്ചിരിക്കണം. സാമ്പത്തിക സമർപ്പണം. 2 ആത്മീയ സമർപ്പണം. എന്താ ആത്മീയ സമർപ്പണം? ഒരുമിച്ചുള്ള സന്ധ്യാപ്രാർത്ഥന വേണം. ഒരുമിച്ചുള്ളപ്പോൾ ഞായറാഴ്ച ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണം, സാധിക്കുമ്പോൾ ഒരുമിച്ച് വേദപുസ്തകം വായിക്കണം, ഒരുമിച്ചതുപോലെ വചനം കേൾക്കാൻ പോകണം. ആത്മീയ സമർപ്പണം വേണം. അതുപോലെ ലൈംഗിക സമർപ്പണം. എന്താണ്? സെക്സിൻ്റെ സമർപ്പണം. ചില ആണുങ്ങളുണ്ട് കല്യാണം കഴിച്ചാലും വിവാഹത്തിൽ ബലാത്സംഗം നടത്തുന്നവരാണ്. എങ്ങനെയുള്ള ആണുങ്ങളാണ്? എപ്പോഴും പകൽ മുഴുവൻ പൂരപ്പാട്ട്, നിൻ്റെ അപ്പൻ ഓക്കൻ, നിൻ്റെ ആങ്ങള ഊളൻ, നിൻ്റെ അനീതിക്ക് വട്ട്, നിൻ്റെ അമ്മയ്ക്ക് പിച്ച്, നിൻ്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഭ്രാന്ത്, പകൽ മുഴുവൻ കുറ്റം, രാത്രി പൊന്നേ തേനെ പാലേ വെമ്പേ കൂടെ കിടക്കാൻ കൂടെ വാടി, ഇങ്ങനെ വിളിക്കുന്ന ആണുങ്ങളുണ്ട്. അവൻ യഥാർത്ഥ ഭർത്താവെന്ന് പറയാൻ പറ്റുകയില്ല. ചില ആണുങ്ങളുണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ബ്ലൂ ഫിലിം കാണാൻ നിർബന്ധിക്കുക, ഇഷ്ടമില്ലാത്ത ശാരീരിക വേഴ്ചയ്ക്ക്, അറപ്പ് ഭാര്യയിലുണ്ടാകുന്ന ശാരീരിക ബന്ധങ്ങൾക്ക് നിർബന്ധിക്കുക. അത് പക്വതയില്ലാത്ത ഭർത്താവാണ്. അന്തസ്സുള്ള ഭർത്താവാണോ ഭാര്യയിൽ ആത്മാഭിമാന ബോധം ഉണർത്തും. എന്നിട്ട് അവർക്ക് തോന്നും ഈ ഭർത്താവിന് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ സമർപ്പിക്കണം. അങ്ങനെ ഒരു വൈകാരിക തലം ഭാര്യയിൽ ഉണർത്തുന്നവനാണ് ഭർത്താവ്. ശാരീരിക സമർപ്പണം പോലെ പെണ്ണുങ്ങളുമുണ്ട്. ചില സ്ത്രീകളുടെ ഓർമ്മ 10 or 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം പാടില്ലെന്ന. ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ എനിക്ക് 58 വയസ്സ്, കെട്ടിയവൻ 62 വയസ്സായ അച്ഛാ. ഓ എൻ്റെ അച്ഛ 62 വയസ്സായെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു തരി ഗുണാമണ ഇടപാടാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ ഓർമ്മ 62-ാം വയസ്സിൽ ആണുങ്ങളുടെ വികാരങ്ങൾ തീർന്നു പോയെന്ന്. ഇന്ന് കുടുംബദിനത്തിൽ ഓർക്കുക പ്രിയ സഹോദരിമാരെ, ആണുങ്ങൾക്ക് ശാരീരിക ലൈംഗിക വികാരം എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നതാണ് കണക്ക്. ഇങ്ങനെയുള്ള വികാരം ആണുങ്ങളെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കാണും. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന അറിയുക. ചില സ്ത്രീകളെ കാണാം കണക്ക് പറഞ്ഞാണ് ഭർത്താവിനോട് ബന്ധം. ചില സ്ത്രീകൾ പറയും തിങ്കളാഴ്ച വിശുദ്ധന്മാരുടെ ദിവസം, ചൊവ്വാഴ്ച മോശം ദിവസം, ബുധനാഴ്ച യൗസേപിതാവിനുള്ള പ്രത്യേക ദിവസം, വ്യാഴാഴ്ച കാവൽമാലാകാരുടെ ദിവസം, വെള്ളിയാഴ്ച ഉപവാസ ദിവസം, ശനിയാഴ്ച കന്യാമറിയത്തിൻ്റെ ദിവസം, ഞായറാഴ്ച അവധി ദിവസം. പിന്നെ ഏത് ദിവസമാണ് ഭർത്താവിനുള്ള ദിവസം? ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പെണ്ണുങ്ങളുടെ ദിവസം നോക്കിയാൽ
ദിവസം നോക്കാത്ത പെണ്ണുങ്ങളെ തേടി ആണുങ്ങൾ 10 150 രൂപയായിട്ട് പോയാൽ ആണുങ്ങളെ പഴിക്കരുത്. അത് കേട്ട വളരെ ചേട്ടൻ പറയും എഴുന്നേറ്റിട്ട്, അച്ഛൻ ഏത് കാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനാ അച്ഛായെന്ന് ചോദിച്ചു. എൻ്റെ അച്ഛ പണ്ടാ 150, ഇപ്പം 300 പറഞ്ഞു. ഇപ്പം ഇതാണ് കാലം. അപ്പോൾ ലൈംഗിക സമർപ്പണം, ഇപ്പോൾ 1 സാമ്പത്തിക സമർപ്പണം, 2 ആത്മീയ സമർപ്പണം, 3 ശാരീരിക സമർപ്പണം. സമർപ്പണത്തിൻ്റെ 3 മേഖലകൾ. ഇപ്പോൾ സമർപ്പണം വേണം കുടുംബം സ്വർഗമാകണമെങ്കിൽ. ഇപ്പോൾ 1 സ്വാതന്ത്ര്യം, 2 സുരക്ഷിതത്വം, 3 സാമീപ്യം, 4 സംതൃപ്തി, 5 സമർപ്പണം. സാമ്പത്തിക സമർപ്പണം, ആത്മീയ സമർപ്പണം, ശാരീരിക സമർപ്പണം. 6 സമാധാനം. കുടുംബത്തെ സ്വർഗമാക്കുന്ന 6ാമത്തെ തൂണാണ് സമാധാനം. കുടുംബത്തെ ദേവാലയമാക്കുന്ന 6ാമത്തെ തൂണ് സമാധാനം. എന്തെല്ലാം വേദനയുണ്ടെങ്കിലും ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും സ്വന്തം വീട്ടുകാരുടെയും സമാധാനം തകർക്കുന്ന ഒരു വാക്കും ഭർത്താവ് സംസാരിക്കരുത്. ഒരു സ്ത്രീക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും കെട്ടിയവൻ്റെ വീട്ടുകാരുടെയും കുറ്റം പറഞ്ഞ് സ്വന്തം അപ്പനമ്മമാരുടെ അടുക്കിലേക്ക് ഓടരുത്. തൊണ്ട പുഴുത്തോ ഞൊണഞ്ഞിറക്കുക. ലോകത്താരോടും പറയരുത്. എത്ര സഹിക്കേണ്ടി വന്നാലും സമാധാനം തകർക്കരുത്. ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും അകറ്റുന്ന, പെങ്ങന്മാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്ന് അകറ്റുന്ന ഒരു ഭാര്യയായിരിക്കരുത്. ഭാര്യയെ ഒരിക്കലും ഇനി ഭാര്യ വീട്ടുകാരുമായി ഒരു ബന്ധവും വേണ്ടെന്ന് പറഞ്ഞ് മുറിക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്. മനസ്സമാധാനം വേണം, കുടുംബസമാധാനം വേണം. കുടുംബത്തിൽ അങ്ങനെയുള്ള അന്തരീക്ഷം നമുക്ക് ആവശ്യമാണ്. ചില പെണ്ണുങ്ങളെയും മറ്റുമൊക്കെ കാണാം, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അമ്മായിമ്മയ്ക്ക് മകൻ്റെ ഭാര്യയോട് പോര്, ചില മരുമകളുമാർക്ക് ഭർത്താവിൻ്റെ അമ്മയോട് പിണക്കം. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 6ാം മാസം നമ്മുടെയൊക്കെ നാട്ടിൽ പുതച്ച് മൂടി കിടക്കും. രാത്രി 11-ന് ഭർത്താവിൻ്റെ ചെവി ചെന്ന് തവള കാറാൻ തുടങ്ങും. നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ മഴ പെയ്യുമ്പം തവള കാർന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് തവള കാറുക? മേക്രോ മേക്രോ ക്രോ മേക്രോ മേക്രോ ക്രോ, ഇങ്ങനെയാണ് തവള കാറുക. ചില പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞ് 6ാം മാസം ഭർത്താവിന് ചെവി ചെന്ന് തവള കാറും. എന്താ കാറുക? ചേട്ടാ വേറെ പാം, മാറിപ്പാം, ഇപ്പം പാം, മേക്രോ മേക്രോ ക്രോ. എന്തോ ഒരു കാഴ്ചയാണ് കുടുംബത്തിൽ. ഇവിടെയാണ് സമാധാനം തകർക്കുന്ന ഒരു ഭാര്യയാകരുത്, സമാധാനം തകർക്കുന്ന ഒരു ഭർത്താവായിരിക്കരുത്. കുടുംബത്തിൽ സമാധാനം വേണം. ചിന്തകളെ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞതുകൊണ്ട് 7ാമത് കുടുംബത്തെ സ്വർഗമാക്കുന്ന, ദേവാലയമാക്കുന്ന അവസാനത്തെ തൂണാണ് കുടുംബത്തിൽ സ്നേഹം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക എഫേസ്യസ് ലേഖനം 5-ാം അധ്യായത്തിൽ, ഭർത്താക്കന്മാരെ സ്നേഹിക്കുവിൻ, ഭർത്താക്കന്മാരെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കുവിൻ. ഈ സ്നേഹം ഉള്ളി വെച്ചാൽ പോലെ പ്രകടിപ്പിക്കണം. ചില ആണുങ്ങൾക്കൊരു ഓർമ്മയുണ്ട്, സ്നേഹം കാണിച്ച പെങ്കോന്തനാന്ന് വിളിക്കും. അതുകൊണ്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന മിടുക്ക് ഒരിക്കലും കരുതിയേക്കരുത്. ഒരു തള്ള പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്കൊരു മോൻ, ആ മോന് 5 ഭാഷ അറിയാം. മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, 5 ഭാഷ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അവന് ഊമനാ, വർത്താനം പറയില്ല. 5 ഭാഷ ഊമനായ പിന്നെ കാര്യമുണ്ടോ? ഒരിക്കൽ ദമ്പതിമാരെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, അച്ഛാ എൻ്റെ കെട്ടിയവൻ എന്നോടല്ല ഇഷ്ടം, അദ്ദേഹം 25 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു മാരുതിക്കാരനെയാണ് കെട്ടിയിരിക്കുന്നത്. എൻ്റെ കൂടെ മാസത്തിൽ 2 ദിവസം പോലും താമസിക്കുകയില്ല. ഞാൻ പറഞ്ഞു, പൊന്നു മനുഷ്യ, ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്, അല്പമൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഉടനെ അവൻ പറഞ്ഞു, പൊട്ടി, അവൾക്കൊരു വിവരമുണ്ടോ അച്ഛാ? അവൾക്ക് എന്നാത്തിൻ്റെ കുറവാച്ചാ? 10 ഷീറ്റ് അവളുടെ പേരിൽ, ഒരു അംബാസഡർ കാറ്, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം. ഇതാണ് പ്രശ്നമെന്ന് പറയുക. അപ്പോൾ കുടുംബത്തിൽ ഈ സ്നേഹം കൊടുക്കാൻ പഠിക്കണം. സ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ കൊടുക്കാൻ പഠിക്കുക. ഓർത്ത് നോക്കിക്കേ, സ്നേഹിക്കുന്ന ഭർത്താവുണ്ടോ ഭാര്യ ഏത് കുരിശും ചുമക്കും. സ്നേഹിക്കുന്ന ഭാര്യയുണ്ടോ ഭർത്താവ് ഏത് ഭാരവും എടുക്കും. ഒന്ന് ഓർത്ത് നോക്കുക, സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ 5 മൈൽ നടന്നാലും തോന്നും 500 മീറ്ററേ ആയിട്ടുള്ളൂ. ഉരുമി സ്നേഹത്തിൽ പോകുമ്പം ഏത് മലയാറ്റൂർ മല കയറിയാലും തോന്നും, ഏത് കുന്ന് കയറിയാലും തോന്നും അല്പം പോലും കയറിയിട്ടില്ല, ഒരുമിച്ചാണ് പോക്ക്. ഏത് പാവയ്ക്കാ തിന്നാലും കയ്പില്ല, ഏത് പുളി കടിച്ചാലും പുളിപ്പില്ല, ഒരു പ്രശ്നവുമില്ല. 25-ാം വയസ്സിൽ ഒരു സ്ത്രീ മോനെ പ്രസവിച്ചു. മോനിങ്ങനെ വളർന്നു വന്നപ്പോൾ അപ്പം മരിച്ചു. അമ്മ മോനെ വളർത്തി, എരുമയും പശുവിനെയും വളർത്തി. ഇഷ്ടം പോലെ ഈ പശുവിനും എരുമയ്ക്കും പരുത്തിക്കുരു പുഴുങ്ങി കൊടുത്തു, ഓക്കെ കലക്കി കൊടുത്തു, പിണ്ണാക്ക് കുഴച്ച് കൊടുത്തു, തവിട് അടിച്ചു കൊടുത്തു, ഇഷ്ടംപോലെ പാല് വിറ്റ് കാശുണ്ടാക്കി. ഈ മോൻ ഇങ്ങനെ വളർന്നു വന്നു. അവൻ്റെ സകലമാന തുണിയും തള്ള അലക്കി കൊടുക്കും. അവൻ്റെ 25-ാം വയസ്സിൽ അമ്മ ഇവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു. മിടുക്കി പെണ്ണ്, മാലാക പെണ്ണ്. അവൾ വന്നിട്ടും അവിടെ സകലമാന തുണിയും തള്ള തന്നെ അലക്കി കൊടുക്കും. ഒരു പണിയും ചെയ്യേണ്ട. ഈ പരുത്തിക്കുരു പുഴുങ്ങിയത് പശുവിനെടുത്ത് കൊടുത്തോണം, ചോറും കറിയും വിളമ്പി കൊണ്ടുപോകണം, ഒന്നും ചെയ്യേണ്ട. ഇവനോ അമ്മ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുക, പൈസ കൊണ്ട് ചെന്ന് സാധനം മേടിച്ച് കൊടുത്താൽ മതി. പക്ഷെ 6 മാസമായിട്ടും ഇവനും ഇവർക്ക് ഒരാഗ്രഹം നടക്കുന്നില്ല. മുട്ടി ഒരുമിച്ചിരുന്ന് ഒരു വാ ചോറുണ്ണണം.
ഇവനൊരാഗ്രഹം ഒരു ഉരുളി ഇവിടെ വായി കൊടുക്കണം, അവക്കൊരാഗ്രഹം ഇവൻ്റെ വായി കൊടുക്കണം. ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ തള്ള നടുക്കോട് കയറിയിരിക്കും, ഉരുള തന്നെ പോവും, വാ മാറിപ്പോവും, പിന്നെ എങ്ങനെ കൊടുക്കാനാ? അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ 6 മണിക്ക് അങ്ങാടി സാധനം മേടിക്കാൻ പോയി. തള്ള പശുവിനുള്ള പരുത്തിക്കുരു പുഴുങ്ങി വെച്ചു, ഓക്കെ കലക്കി വെച്ചു, പിണ്ണാക്ക് ചേർത്ത് വെച്ചു, ചോറും കറിയും തയ്യാറാക്കി വെച്ചു. അപ്പം തള്ള പറഞ്ഞു, മോളെ ഇത് നീ വിളമ്പി എടുത്തോണം കേട്ടോ എന്ന്. പെട്ടെന്ന് തള്ളയ്ക്ക് ഒരു തലകറക്കവും തൊണ്ടയ്ക്ക് വേദനയും. തള്ള പറഞ്ഞു, എൻ്റെ തല കറങ്ങുന്നു, തൊണ്ടയ്ക്ക് വേദന, കാലുറയ്ക്കുന്നില്ല, കിടക്കാൻ പോവുക. അവൾ പറഞ്ഞു, അമ്മയ്ക്ക് വിളമ്പി തന്നിട്ട് കിടന്നാൽ പോരെ. എങ്ങനെ വിളമ്പാനാടി, കാലുറയ്ക്കുന്നില്ല. അവൻ വരുമ്പം പശുവിനുള്ള പരുത്തിക്കുരുവ് പിടി എടുത്തു കൊടുത്തോണം, ചോറും കറിയും വിളമ്പി കൊണ്ടുപോകണം, ഞാൻ കിടക്കാൻ പോവുക. തള്ള മുറിക്കകത്ത് കയറി മുറി പൂട്ടി. ഇവള് സന്തോഷം കൊണ്ട് ചാട്ടം ചാടിയിട്ട് പെരയുടെ ഓടും തള്ളിക്കൊണ്ടാണ് പെണ്ണ് പൊങ്ങിപ്പോയത്. ഇന്ന് മുട്ടിയിരുന്ന് ഉണ്ണാവല്ലോ. പെട്ടെന്ന് കരണ്ട് പോയി, മഴ തുള്ളാൻ തുടങ്ങി. 7:15 ഭർത്താവ് 2 പാക്കറ്റ് ചെറിയ മെഴുകുതിരിയായിട്ട് വന്നു. അവൾ പറഞ്ഞു, ചേട്ടാ അമ്മയ്ക്ക് തലകറക്കം, തൊണ്ടയ്ക്ക് വേദന, നമുക്ക് മുട്ടി ഒരുമി ഒന്ന് ഉണ്ണണം. ഇവരെന്ത് ചെയ്തു, 2 ചെറിയ മെഴുകുതിരി മേശപ്പുറത്ത് കത്തിച്ച് വെച്ചു. മെഴുകുതിരി കത്തിച്ച് പുറത്ത് ചെന്ന് 2 മാങ്ങ തല്ലി താഴെ ഇട്ടു. തേങ്ങ ഉടച്ചു, മുളക്, ഉള്ളി, തേങ്ങ, ഈ മാങ്ങ ഇതെല്ലാം കൂടെ നല്ല ചമ്മന്തി ഉണ്ടാക്കി പാത്രത്തിൽ നിരത്തി വെച്ചു. മേശപ്പുറത്ത് എടുത്ത് വെച്ചു. 1 കുടം വെള്ളം കൊണ്ടുവന്ന് വെച്ചു. 2 ഗ്ലാസ് അടുപ്പിച്ച് വെച്ചു. 2 പ്ലേറ്റ് ഉരുമിയിട്ടു. 2 കസേര ഒന്നിനുമേൽ ഒന്നായിട്ട് മുട്ടിച്ചിട്ടു. എന്നിട്ട് 2 പേരും കൂടെ മങ്ങിയ തിരിയും കൂടെ അകത്ത് ചെന്ന് 1 കലം ചോറ് കൊണ്ടുവന്ന് വെച്ച് വിളമ്പി ഉണ്ണാൻ തുടങ്ങി. 8:30 മുതൽ 10:30 വരെ ഇവനെ നുരുട്ടി ഇവിടെ വായിൽ, ഇവിടെ നുരുട്ടി ഇവൻ്റെ വായിൽ, ഇടയ്ക്ക് സപ്പോർട്ടായിട്ട് തേങ്ങാ മാങ്ങ ഉള്ളി ചമ്മന്തി നാക്കേലും അണ്ണാക്കേലും തേച്ച് കൊടുത്തു. അങ്ങനെ 10:30 വരെ ഉണ്ടു. 10:30 ആയപ്പോൾ അവസാനത്തെ ചോറും തീർന്നു, അവസാനത്തെ ചമ്മന്തി തീർന്നു, അവസാനത്തുള്ള വെള്ളവും തീർന്നു. കൈ നീട്ടി പഠിച്ച് നോക്കി ഏമ്പക്കവും വിട്ട് ഇവർ എഴുന്നേറ്റ് പോകുമ്പോൾ ഈ മരുമോള് പ്രാർത്ഥിച്ചു, ദൈവമേ അമ്മായിയമ്മ മരിച്ചില്ലേലും തൊണ്ടയ്ക്ക് വേദന 1 മാസക്കാലം തുടരണേ. തള്ള സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ നല്ല കതിനാക്കുറ്റി പോലെ തള്ള ചെയ്താൽ പൊങ്ങി വരുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പഴയ കഞ്ഞിക്കകത്ത് മോര് ഒഴിച്ച് മുളകൻ ഞെരടി കരിവേപ്പിലയും തിരുമ്മി കഴിക്കാൻ. തള്ള ചോദിച്ചു, പഴയഞ്ചോറുണ്ടോ ഓടി? എൻ്റെ അമ്മ മുഴുവൻ തീർന്നു. എന്നാ വട്ടിവയറാടി, 1 കരം ചോറ് മൊത്തം തീർന്നു. എൻ്റെ അമ്മ മുട്ടി ഉരുമി ഉണ്ടപ്പം തീർന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാൽ നീ പോയി കുറേ ഉണക്ക ഓല കൊണ്ടുവരാൻ പറഞ്ഞു. ചൂട്ട് അടുപ്പി തീ കത്തിക്കാൻ വേണ്ടി, കാപ്പി അനത്താൻ വേണ്ടി. ഇവിടെ ഉണങ്ങി ഓല പിറക്കാൻ പോയപ്പോഴത്തേക്കുണ്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഓല കൊണ്ടുപോയിട്ടു. തള്ള പറഞ്ഞു, എന്ന് മുതലാടി നീ എന്നോട് നുണ പറയാൻ തുടങ്ങി? എന്നാ അമ്മേ നീലടി പറഞ്ഞ മുഴുവൻ തീർന്നു? അതെ. എവിടെ ആടി? മുഴുവൻ തീർന്നു. ഇങ്ങോട്ട് വാടി. ചോറും കലത്തിന് മൂടച്ചട്ടി പൊക്കിയപ്പം 1 കലം ചോറ് അതുപോലെ ഇരിക്കുന്നു. തലേ രാത്രി സ്നേഹത്തിൻ്റെ തിരതള്ളലിൽ ഈ തേങ്ങാ മാങ്ങ ചമ്മന്തി കൂട്ടി കഴിച്ച് തീർത്തതാണ്. പക്ഷെ എന്നാ പറ്റി, മുട്ടി ഉരുമി മങ്ങിയ വെട്ടത്തിൽ വിളമ്പിയത് അറിഞ്ഞില്ല, കലം മാറിപ്പോയി. പശുവിന് കൊടുക്കാൻ പുഴുങ്ങി വെച്ച പരുത്തിക്കുരുവിൻ്റെ കലവാ കോരി വിളമ്പിയതും ഉരുട്ടി ഉണ്ണുന്നതും അടിച്ചകത്തോട്ടാക്കുന്നതും. അതുകൊണ്ടാണ് പറയുക, ദമ്പതിമാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ. സ്നേഹം ഉള്ളിടത്ത് രുചിഭേദം അറിയുകയില്ല, ഭാരം അറിയില്ല, കുരിശറിയില്ല, ഒന്നും അറിയില്ല. അവിടെയാണ് പറയുക, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് മാറുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിക്കുന്നു. അതിന് നമ്മൾ കേട്ട ഈ ചിന്തകൾ 2009 ഒക്ടോബർ മാസമൊക്കെ അവസാനിച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കേട്ട ചിന്തകൾ അനുഗ്രഹിക്കട്ടെ. നമ്മൾ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചിന്തകളെ ദൈവതിരുസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ദൈവാനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മളെല്ലാവരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുക്കാം. സകല അനുഗ്രഹവും നല്ല ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ സമൃദ്ധമായി വർഷിക്കട്ടെ. സമാപന പ്രാർത്ഥനയ്ക്കായും ആശീർവാദത്തിനായും നമുക്കേവർക്കും എഴുന്നേറ്റ് തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ജോസ് മാത്യു അച്ഛനെ വേദിയിലേക്ക്